വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് പകൽ സമയം നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയം ഉയർത്തി ഈ ആരാധനയുടെ നടുവിൽ നോക്കിയാൽ നമ്മുടെ കർത്താവ് തേജസ്സോടെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും. അവന്റെ സാന്നിധ്യം അറിയുന്ന പ്രിയപ്പെട്ടവർ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അനുഗ്രഹീതമായ ഈ സഭയിൽ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ക്രമീകരിച്ച കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളിലും ഇന്ന് പകൽ സമയത്തെ ഈ വിശുദ്ധ ആരാധനയിലും തിരുവെഴുത്തുകളുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കത്തക്ക വിധം സാധുവായി എനിക്കും ദൈവമൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം സഭയിൽ കർത്താവിൽ അധ്വാനിക്കുന്ന പാസ്റ്റർ ബാബു സക്കറിയ അവരുകൾ, ആ കർത്തൃഭൃത്യനോടൊപ്പം ഇവിടെ അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ ഏവർക്കുമുള്ള എൻ്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽക്കുവാൻ ലഭ്യമായ അവസരം ഏറെ ഭാഗ്യമായി കരുതുന്നു. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കൃപയാൽ ദൈവം എനിക്ക് തിരുവെഴുത്തുകളുമായി നിൽക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട്. ഏറെ ആത്മബന്ധമുള്ള ഇഴയടുപ്പമുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ നിരവധി ബന്ധങ്ങൾ ദൈവം എനിക്ക് നൽകുവാനായിട്ടിടയായിട്ടുണ്ടെന്നാൽ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ചേർന്നുള്ള ഈ ദിവസങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു. പിന്നിട്ട ദിവസങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടുംബ ബന്ധം എന്നുള്ളതിനേക്കാൾ ഒരു സഹോദര തുല്യമായ ആത്മബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിൽ കൃപയാൽ കർത്താവ് നൽകിയത്. കർത്താവിന് സ്തോത്രം. മറ്റ് ദൈവഭൃത്യന്മാർ മുസ്ലിം സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്ന അനുഗ്രഹീതനായ കർത്തൃദാസന്റെ അനുഭവ സാക്ഷ്യം കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചു. ആ ദൈവഭൃത്യനുമായി ഒക്കെ വളരെ അടുത്ത ഒരു ആത്മീയ ബന്ധം കർത്താവ് നൽകി. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തനായ ദൈവഭൃത്യനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ്. കർത്താവിന് സ്തോത്രം. അർഹിക്കുന്ന അളവിൽ ഈ പകൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിച്ചു എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ വിശുദ്ധ മേശയുടെ മുൻപിലാണ്. കരം ഉയർത്തിപ്പിടിച്ചാണ്. ഗ്ലോറി, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയിടാം. എന്താണ് ആരാധന? ദൈവത്തിന് ആദ്യ സമയം മുതൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകി ദൈവജനങ്ങൾ ആരാധിക്കുന്നു. എന്നാൽ ആരാധനയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്ത, ആരാധന ഉണ്ടാക്കുകയല്ല, ആരാധന ഉണ്ടാകുകയാണ്. പ്ലാവിൽ നിന്ന് മേശ ഉണ്ടാക്കാം, പ്ലാവിൽ നിന്ന് ചക്ക ഉണ്ടാകും. ഉണ്ടാക്കുന്നതിനും ഉണ്ടാകുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനുഗ്രഹീതനായ ആത്മീയനായ ഒരു സഹോദരനെയാണ് ആത്മീയ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷ നേതൃത്വം നൽകാൻ ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ താലന്തുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ എന്നുള്ള ഞങ്ങളുടെ കണ്ടക്ഷോഭത്തിന് മുൻപിൽ സ്വിച്ച് താണ ലൈറ്റ് പോലെയും സെൽഫ് പോയ വണ്ടി പോലെയും ഞങ്ങളുടെ പ്രേരണ കൊണ്ട് മാത്രം സ്തോത്രം പറയിപ്പിക്കുകയാണെങ്കിൽ അത് ആരാധന ഉണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? പഴയ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും കയ്യിലിരിക്കുന്ന എവറഡിയുടെ ലൈറ്റിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? സ്വിച്ച് താഴും, ഞെക്കി ഞെക്കി, പിന്നെ ഇച്ചിരി വെട്ടം വരണമെങ്കിൽ അമർത്തി ഞെക്കണം. എത്രയും ബലം ഉപയോഗിക്കുന്നോ അത്രയും വെട്ടം ചാടും. ഇതുപോലെ ഞായറാഴ്ച കർത്തൃദാസന്മാർ എത്രയും ബലം ഉപയോഗിക്കുന്നോ അത്രയും സ്തോത്രം ചാടുന്ന ഒരു പറ്റം ആളുകളായിട്ടല്ല ദൈവം സഭയിൽ നമ്മെ ആക്കിയിരിക്കുന്നത്. സെൽഫില്ലാത്ത ലൈറ്റിൽ വണ്ടിയെ കുറിച്ച് അറിയില്ലേ? ബാറ്ററിയുടെ ചാർജ് പോയ വണ്ടി എന്ന് പറഞ്ഞാൽ എടുക്കുകയില്ല, പിന്നെ 3-4 പേര് കൂടി തള്ളണം. തള്ളിയാൽ ഒരു തള്ളി സ്റ്റാർട്ടായിട്ടൊരു പോക്ക, പിന്നെ അടുത്തടത്ത് കിടക്കും, പിന്നെ അവിടുന്ന്
ഒന്ന് അനങ്ങണമെങ്കിൽ 4 പേര് കൂടണം. ഇതുപോലെ പാസ്റ്ററും കൈക്കാരും കൂടെ കൂടി ഒരു ഞായറാഴ്ച ഒന്ന് തള്ളുമ്പോൾ കുറച്ച് സ്റ്റാർട്ടായി കുറെ സ്തോത്രം പറയും. പിന്നെയും അടുത്ത അവിടെ കിടപ്പ, അടുത്ത ഉപവാസ പ്രാർത്ഥന വരെ. ഇങ്ങനെ തള്ളി സ്തോത്രം ചെയ്യുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാധിച്ചിട്ടില്ല, ആരാധന ഉണ്ടാക്കുകയാണ് ചെയ്തത്. സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, പ്ലാവിലേക്ക് നോക്കുക. പ്ലാവിൽ നിന്ന് ചക്ക ഉണ്ടാക്കാൻ ആരും പരിശ്രമിക്കേണ്ട. അത് ശബ്ദമുഖരിതമായ അന്തരീക്ഷം കൊണ്ടല്ല ഉണ്ടാകുന്നത്. കൊട്ടൂടിയുടെയും ഉപകരണങ്ങളുടെയും അടിയും പിടിയും കൊണ്ട് മേശയുണ്ടാക്കുമ്പോൾ ഒരു ശബ്ദവുമില്ലാതെ ചക്ക ഉളവായി വരുന്നത് പോലെ ഒരു പ്രതികരണങ്ങളും ഭാഗ്യമായില്ലെങ്കിലും അകം തിളയ്ക്കുന്ന ആത്മീയ അന്തരീക്ഷത്തിൽ കണ്ണു നിറയുന്ന ഒരു ആരാധനയുടെ ഭാഗമുണ്ട്. അനുഭവിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ആരാധനയെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ആരാധന എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ സ്തോത്രം പറയാൻ വേണ്ടി ഇറങ്ങിയവരാണ്. സത്യത്തിൽ ഞാൻ മാർത്തോമ യാക്കോബായ പശ്ചാത്തലങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. മാർത്തോമ സഭയെ സംബന്ധിച്ചും തക്സയെ കുറിച്ചും ഏതാണ്ടൊക്കെ അറിവ് ഉണ്ട്. ഏതാണ് 34ഓളം സ്തോത്ര ഹല്ലേലൂയ സ്വരങ്ങൾ ഭാഗ്യ പ്രകടനങ്ങളോടെ പറയാൻ 20 മിനിറ്റിലത്തെ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ആരാധകൻ തയ്യാറാകത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ ആരാധകനെ കൊണ്ട് പറയിപ്പിക്കത്തക്ക വിധത്തിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന തക്സയാണ് മാർത്തോമ സഭയുടെ ക്രമീകരണങ്ങളിലുള്ളത്. അങ്ങനെയെങ്കിൽ 33, 34 ഹല്ലേലൂയാകൾ, 34 ആരാധനാ പ്രയോഗങ്ങൾ സ്ഫുടമായ വാക്കുകളോടെ ഉച്ചരിക്കാൻ ആരാധകൻ തയ്യാറാകുന്ന ആരാധനയുടെ പള്ളി വിട്ടിട്ട് അതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ 1.5 മണിക്കൂറായിട്ട് 3 എണ്ണം ശരിക്കും ഉള്ളു തൊട്ട് പറഞ്ഞ് എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവജനം പ്രത്യേകം ഗ്രഹിക്കണം. ആരാധനയോടുള്ള ബന്ധത്തിൽ ഗ്രഹിക്കുമ്പോൾ ചില ആളുകൾ പറയുകയാണ്, കൈയടിക്കാൻ വയ്യ, തോളിന് വല്ലാത്ത അസ്വസ്ഥതയാണ്, നിലത്തിരിക്കാൻ വയ്യ, പണ്ട് ഇരുന്നൊന്ന് വീണതാണ്, അതിനെ പിന്നെ പുറത്ത് വിലക്കമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആവശ്യമുള്ളത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള സമയം ദൈവം അവസരം തരുമ്പോൾ ചെയ്യാതെ വരുമ്പോൾ പ്രതിസന്ധികൾക്ക് നടുവിൽ ചെയ്യാൻ നിർബന്ധിതരാകും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു ഊടുവഴിയെ നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു കടിയം പട്ടി പുറകെ വരുന്നു. ഓടി എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ വേഗതയിൽ ഓടി. പട്ടി വിടുന്നില്ല. ഓടുന്നതനുസരിച്ച് പട്ടിയുടെ വേഗതയും കൂടുമല്ലോ. ഏതായാലും പട്ടി അടുത്തെത്തി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. നോക്കുന്നു, ഒരു കൊന്നത്തെങ്ങ് ഒറ്റച്ചാട്ടത്തിൽ പകുതി കയറി. മരത്തെ കയറാൻ അറിയാൻ വയ്യാത്തവനാണെങ്കിലും അള്ളിപ്പിടിച്ച് പകുതി കയറിയിരിക്കുക. എങ്ങനെ പറ്റി? ഗതികേടിൽ നിർഗതിയില്ലാതെ വന്നപ്പോ പകുതി കയറി. ചിലർ ആരാധിക്കണമെങ്കിൽ നിർഗതിയില്ലാതെ വരണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, കടിയം പട്ടി പുറകെ വരുമ്പോൾ മരത്തെ കയറുന്നത് പോലെയല്ല പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ ആരാധന. ആരാധന എന്താണെന്ന് അറിയണമെങ്കിൽ ആരാധനയുടെ കേന്ദ്ര ബിന്ദു ആരാണെന്ന് അറിയണം. സ്തോത്രം. ഇന്ന് പകൽ സമയം വിശുദ്ധ മേശ ഇവിടെ ഇരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 65ഓളം കുടുംബങ്ങൾ കൂടുന്ന റാന്നിയിലെ ടൗൺ ചർച്ചിന്റെ പാസ്റ്ററാണ് ഞാൻ. കർത്താവിന്റെ ദാസൻ അറിയാം. അവിടെ എല്ലാ ആഴ്ചയിലും ആരാധനയുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കർത്തൃമേശ ഇല്ലെങ്കിൽ ആരാധന പൂർണ്ണമല്ല എന്ന് പഠിപ്പിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ കർത്തൃമേശ ആരാധനയിലെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ആരാധനയ്ക്കകത്ത് ഉയരേണ്ടത് വ്യക്തിപൂജയല്ല. ഈ ആരാധനയ്ക്കകത്ത് ഉയരേണ്ടത് ക്രൂശിനെ കുറിച്ചുള്ള ധ്യാനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആരാധന? ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എന്റെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രംഗത്തിന്റെ ആശയം തരാൻ ഒരു കൊച്ചു സംഭവം പറയാം. ഞാൻ തക്കലെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുവനന്തപുരത്തിനടുത്ത് തക്കലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജകൊട്ടാരം സന്ദർശിച്ച സമയം ഓർക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടിൽ പിള്ളമാരെ വെട്ടിയൊതുക്കിയതിന് ശേഷം അധികാരത്തോടെ നാട്ടുരാജ്യങ്ങൾ അടക്കിവാണ് തക്കലെ. ആ തക്കലയിലെ രാജകുടുംബങ്ങൾ പാർത്തിരുന്ന സ്ഥലം, അടുത്ത രാജകൊട്ടാരം വരെയുള്ള ഭൂഗർഭയറ, ഇതൊക്കെ അവിടെയുണ്ട്. 2000-ലധികം പേർ ഓരോ നേരവും കഴിക്കുന്ന ഊട്ടുപുര അവിടെയുണ്ട്. ചരിത്ര പ്രസിദ്ധമാണ് തക്കലെ. ആ തക്കലയിലെ ആ പ്രത്യേക സ്ഥലത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിന്ന് കരഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞാൽ അതിനൊരു പശ്ചാത്തലമുണ്ട്. നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നാട്ടുരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, ദൈവത്തിന് സ്തോത്രം, 8 വീട്ടിൽ പിള്ളവർ തന്നെ കൊല്ലുമെന്ന വാർത്ത അദ്ദേഹത്തെ അറിയിച്ചത് 8 വീട്ടിൽ പിള്ള
പിള്ളമാരുടെ ഏക സഹോദരി ഉമയമ്മ റാണിയാണ്. ഉമയമ്മ റാണി അറിയിച്ച വാർത്തയനുസരിച്ചാണ് അദ്ദേഹം നാട് വിട്ടു പോകുന്നതും ഒടുവിൽ നെല്ലിമുട്ടിൽ പഠിക്കൽ ചരിത്ര പ്രസിദ്ധമായ സംഭവം ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒടുവിൽ താൻ തിരിച്ചെത്തി അദ്ദേഹം രാജാവായി മാറി. യുവരാജാവായി മാറിക്കഴിഞ്ഞപ്പോൾ 8 വീട്ടിൽ പിള്ളമാരെ മുഴുവൻ അദ്ദേഹം വെട്ടി വീഴ്ത്തി എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞു. ഒടുവിൽ 8 വീട്ടിൽ പിള്ളമാരുടെ വീട്ടിലെ മുഴുവൻ സഹോദരിമാരെയും പെൺകുട്ടികളെയും പിടിച്ച് നിർബന്ധപൂർവ്വം തിരുവനന്തപുരം തക്കലെ ഭാഗത്തെ കടൽ മുക്കുവന്മാരുടെ കുടിലുകളിൽ വിവാഹം കഴിപ്പിച്ച് പാർപ്പിച്ചിട്ട് 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബ ബന്ധം കടൽ തീരത്ത് നിർബന്ധപൂർവ്വം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 8 വീട്ടിൽ പിള്ളമാരുടെ കുടുംബചരിത്രം പരിശോധിച്ച് ചെന്നാൽ അവരിൽ ഒരു തലമുറയും ഇന്ന് മുക്കുവ കുടിലുകൾ അല്ലാതില്ലെന്ന് പറയത്തക്ക വിധം അവരുടെ നിർബന്ധപൂർവമായും അവിടെ അവരുടെ ഭാവി അസ്തമിപ്പിച്ചു. ഇങ്ങനെ ഇരിക്കെ ഈ ഭീകരമായതിന് വഴിയൊരുക്കിയത് ഉമയമ്മ റാണിയാണ്. അതിന്റെ പുറകിൽ ഒരു പ്രത്യേക ബന്ധത്തിന്റെ കഥയുള്ളതെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും വേണ്ടില്ല, തങ്ങളുടെ സഹോദരങ്ങളെ മുഴുവൻ നീചമായി കൊന്ന രാജാവിന്റെ ചെയ്തിക്ക് മുൻപിൽ രാജാവിന്റെ ദൈവത്തിന് സ്തോത്രം പ്രേമബന്ധത്താൽ ബന്ധിക്കപ്പെട്ട ഉമയമ്മ റാണി പക തീർക്കാൻ തീരുമാനിച്ചത് ആത്മഹത്യയിലായിരുന്നു. ഒരു ദിവസം അവൾ മുന്നറിയിപ്പില്ലാതെ തക്കലെ രാജകൊട്ടാരത്തിലോട്ട് കടന്നു ചെന്നു. രാജകൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് നാക്ക് പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം നാക്ക് സ്വയം കണ്ടിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും തക്കലെ രാജകുടുംബത്തിൽ ഈ മാർത്താണ്ഡവർമ്മ രക്ഷപ്പെട്ടു വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ താൻ കരയാനുണ്ടായ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ദിവസം താൻ ഒരു ക്ഷേത്രത്തിലോട്ട് കയറി ചെല്ലുകയാണ്. ക്ഷേത്രത്തിനകത്ത് കയറി ചെല്ലുന്ന സമയം പൂജാരി പൂണൂലിട്ട് അവരുടെ വേഷമണിഞ്ഞ് തോളിൽ കുടം വെച്ച് ഓംകാര ശബ്ദത്തോടുകൂടെ അമ്പലക്കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് താൻ ഓംകാര ശബ്ദത്തോടുകൂടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, ആ ക്ഷേത്രത്തിന്റെ വാതുക്കൽ ഊരിപ്പിടിച്ച വാളുമായി 8 വീട്ടിൽ പിള്ളമാർ അകത്ത് തൊഴാൻ കയറിയ മാർത്താണ്ഡവർമ്മയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കാത്തു നിൽക്കുന്ന സമയം പൂജാരിക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ കൊല്ലാൻ തുടങ്ങുകയാണെന്ന്. അകത്ത് കയറിയ ആ പൂജാരി ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പൂജാ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് യുവരാജാവിനെ അണിയിച്ചു. എന്നിട്ട് പൂണൂല് വിടുവിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ തലമുടിയും ആ നിലയിൽ കെട്ടിവെച്ചതിന് ശേഷം കുളത്തിൽ നിന്ന് കോരേണ്ടതിന് വേണ്ടി കുടം തോളിൽ വെച്ചു കൊടുത്ത് ഇന്നത് ചൊല്ലിക്കൊണ്ട് ഇറങ്ങിപ്പൊക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രം താൻ വാങ്ങി അണിഞ്ഞു. അല്പ മിനിറ്റുകൾക്കുള്ളിൽ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് താൻ അതേ രീതിയിൽ പൂജാരിയുടെ വേഷം ധരിച്ച് പൂജാരിയുടെ രീതിയിൽ ചൊല്ലി കുടം തോളിൽ വെച്ചുകൊണ്ട് അമ്പലക്കുളത്തിലേക്ക് വെള്ളമെടുക്കാനെന്ന ഭാവത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അല്പസമയം കാത്തു നിന്നിട്ടും താൻ ഇവർ മാർത്താണ്ഡവർമ്മയെ കാണുന്നില്ലെന്ന് വന്നപ്പോൾ ക്ഷേത്രത്തിനകത്ത് കയറി കണ്ടത് മാർത്താണ്ഡവർമ്മയുടെ വേഷത്തിൽ പൂജാരി നിൽക്കുന്നു. അയാളെ അവിടെ വെച്ച് വെട്ടി നുറുക്കി. സ്തോത്രം. ഈ സ്ഥലത്ത് വരുമ്പോൾ മാർത്താണ്ഡവർമ്മ കരയും എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പകൽ ഞാൻ എന്തിനാ പറഞ്ഞു വന്നെന്നറിയാമോ? എനിക്ക് പകരം ഒരാൾ ജീവൻ തന്ന് എന്നെ രക്ഷപ്പെടുത്തിയ രംഗം ഓർക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ എന്താ ആരാധന എന്നറിയാമോ? കേവലം പ്രകടനമല്ല ആരാധന. നിന്റെ വിടുതലിന് വേണ്ടി നിനക്ക് പകരം യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിനെ ഉള്ളുകൊണ്ട് ധ്യാനിക്കുന്ന സമയത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ കൃപ പ്രാപിച്ച ദൈവമക്കൾ നാഥന്റെ മുൻപിൽ സ്നേഹപ്രകടനം നടത്തുന്നതാണ് ആരാധന. മനസ്സിലായ എത്ര ദൈവമക്കളുണ്ട്? ആരാധന എന്താണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, എന്നെ തെറ്റിദ്ധരിക്കരുത് ബ്രദറെ. ദൈവത്തിന് സ്തോത്രം. ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് നേടാൻ തുടങ്ങുന്ന ഭൗതിക നന്മകൾക്ക് വേണ്ടി നിന്നെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നതല്ല ആരാധന. സ്തോത്രം. ഒരിക്കൽ കൂടെ ഗ്രഹിക്കണം. ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് നേടാൻ തുടങ്ങുന്ന നന്മകൾക്ക് വേണ്ടി നിന്നെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നതല്ല ആരാധന. ആരാധനയ്ക്കകത്ത് ഉച്ചസ്ഥായി ഉണ്ട്. സ്തോത്രം. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചതിന് ശേഷം എന്തൊക്കെയോ നിനക്ക് കിട്ടുമെന്ന് ഈ സ്തോത്രം കൊണ്ട് നിന്നെ ബോധ്യപ്പെടുത്തുന്നതല്ല യഥാർത്ഥ ആരാധന. സ്തോത്രം. മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആശയം ഞാൻ പറയാം. സ്തോത്രം പറഞ്ഞാൽ ഈ 1.5 മണിക്കൂർ വിടാതെ സ്തോത്രം പറഞ്ഞാൽ ഇന്ന് വരെ സാധിക്കാത്തത് എന്തെങ്കിലും സ്തോത്രം കൊണ്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാര്യം നിർത്തിക്കും. ആരുമില്ല. അവ മനസ്സിലായി.
ഞാനൊരു വിഷയം പറയാം. 1.5 മണിക്കൂർ കുത്തിയിരുന്ന് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ശബ്ദമുയർത്തി സ്തോത്രം പറയുമ്പോൾ കർത്താവ് മനസ്സരിഞ്ഞ് വിഷയത്തിന് മറുപടി തരികയാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഒരു വാക്യം തിരുത്തി കുറിക്കണം. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമുള്ള ദൈവമാണ്. എന്റെ മുൻപിൽ ഒരു വ്യക്തി വന്ന് എന്നെ വാനോളം പുകഴ്ത്തിയിട്ട് ആ ആളിന്റെ ഒരു ആവശ്യം സങ്കടഹയാതന പോലെ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. കാരണം എന്നറിയാമോ? എനിക്ക് ഗതിഭേദത്താൽ വ്യത്യാസം വരും. സ്തോത്രം. എന്നാൽ നീ ഇവിടെ ഇരുന്ന് അല്പമിനിറ്റുകൾ സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സ് മാറുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമുള്ള ദൈവമാണ്. സ്തോത്രം. ഒരിക്കലൊരു കൊച്ചൻ 16-ാമത്തെ വയസ്സിൽ മുതൽ അപ്പനോട് സ്കൂട്ടറിന് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പൻ കൊടുത്തില്ല. ഇവൻ മൽപ്പിടുത്തം തുടങ്ങി. അപ്പൻ മൗനമായിരുന്നു. ഒടുവിൽ അവൻ 18 വയസ്സ് കഴിഞ്ഞു. +2 അതിർത്തിയിലെത്തി. അവൻ നല്ല വിജയ നിലവാരത്തിൽ പാസ്സായി. പക്ഷേ ആ സമയം അപ്പൻ ചെന്ന് നല്ലൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവന് പഠിക്കാൻ കൊടുത്തു. സ്കൂട്ടറുമായി കുട്ടികളുടെ ഇടയിലേക്ക് കറങ്ങി ചെല്ലുന്ന ഈ കൊച്ചൻ പറയുകയാണ്, എത്ര ദിവസമായി ഞാൻ മല്ലിടാൻ തുടങ്ങിയെന്നറിയാമോ? കഴിഞ്ഞ 2-3 കൊല്ലമായി എന്റെ അപ്പനോട് പോരാടി 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 ഇപ്പൊ എനിക്ക് സ്കൂട്ടർ കിട്ടി. കുഞ്ഞെ, നിനക്ക് വിവരം അറിയില്ല. 16 വയസ്സുകാരന് ലൈസൻസ് എടുക്കാൻ പ്രായമായിട്ടില്ലെന്നും 18 വയസ്സായെങ്കിലേ ലൈസൻസ് കിട്ടത്തുള്ളെന്നും 18-ന് മുൻപ് വണ്ടി തന്നാൽ നിയമപരമായി പ്രശ്നമുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് പക്വത വരാൻ അപ്പൻ കാത്തിരിക്കുകയായിരുന്നു. അല്ലാതെ നിന്റെ അല കൊണ്ട് കിട്ടിയതല്ല. മനസ്സിലായില്ലല്ലേ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, നിന്റെ ശബ്ദം കൊണ്ടല്ല നാഥന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നത്, നിന്റെ ആത്മീയ പക്വത കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എനിക്കൊന്നും തന്നില്ലെങ്കിലും എന്റെ നാഥനോടുള്ള എന്റെ സ്നേഹം നിമിത്തം എന്റെ ഉള്ളത്തിൽ സ്തോത്രം ഉയരാതിരിക്കുകയില്ല എന്ന് അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ കൃപ പ്രാപിച്ച നിന്റെ വായിൽ സ്തോത്രം ഉയരും. അത് വിടുവിച്ച വിടുതലിനെ ഓർത്തുകൊണ്ടാണ്. ഗ്ലോറി 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നിങ്ങൾ ഗ്രഹിക്കണം, ഇന്ന് രാത്രി ഇന്ന് പകൽ നമുക്ക് അല്പ മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കണം. ഗ്ലോറി ഹല്ലേലൂയ. ആരാധന എന്നാൽ എന്ത്? ആരാധനയുടെ ഉപദേശ വ്യവസ്ഥകൾ എന്ത്? ആരാധനയുടെ ശരീരനില എങ്ങനെ? ആരാധന ഉപയോഗിക്കേണ്ട പദങ്ങൾ എങ്ങനെ? ആരാധനയുടെ ഉപകരണ സംവിധാനങ്ങൾ എന്ത്? ആരാധിക്കണം, ആരെ ആരാധിക്കണം, എപ്പോൾ ആരാധിക്കണം, എവിടെയെല്ലാം ആരാധിക്കാം, എങ്ങനെ ആരാധിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം തിരുവെഴുത്തുകളിൽ വാക്യമെടുത്ത് പറയാനുണ്ട്. എങ്കിലും ഒരു വസ്തുത ഓർക്കുക, ഇന്ന് പകൽ അർഹിക്കുന്ന അളവിൽ അല്പസമയം കൂടെ നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കണം. അനുഗ്രഹീതനായ സഹോദരൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾ അല്പ മിനിറ്റുകൾ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. ആത്മസ്നാനം പ്രാപിച്ച ദൈവമേ, ആരാധന എന്ന് പറഞ്ഞാൽ അത് അർഹിക്കുന്ന അളവിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം നീ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ശ്രദ്ധിച്ചാട്ടെ അല്പ മിനിറ്റുകൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ സ്തോത്രം വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കുവാൻ 1-2 കാര്യം ഞാൻ പറയാം. ആരാധന എന്നാൽ എന്താണ്? ഒരു ജലാശയത്തിന്റെ കരയിൽ ഒരാൾ നിൽക്കുന്നു. കുറെ ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അവിടെ നനയ്ക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. സ്ത്രീകളൊക്കെ അവിടെയുണ്ട്. ഇരിക്കുന്ന സമയത്ത് ഈ കരയ്ക്ക് നിൽക്കുന്ന ആളിന്റെ കാല് തെറ്റി വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ആള് മുങ്ങിയെന്ന് മാത്രമല്ല, നിലവിളിയോടെ പൊങ്ങി. ഭയങ്കര ബഹളമായി. ഈ സ്ത്രീകളെല്ലാം ഭയങ്കര ബഹളം വെക്കുകയാണ്. ഈ സമയത്ത് രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഇയാൾ തീരാൻ തുടങ്ങുകയാണ്. ഈ പ്രത്യേക സമയത്ത് അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരുത്തൻ കരയിൽ നിന്ന് ഒറ്റ ചാട്ടത്തിന് വെള്ളത്തിലൂടെ ചാടി. അയാൾ നീർക്കാങ്കുഴി ഇട്ട് ചെന്ന് മുങ്ങി താഴുന്ന ആളിന്റെ തലമുടിക്ക് കയറി പിടിച്ചു. രക്ഷപ്പെടുത്തി, കരയ്ക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയപ്പോ സ്ത്രീകൾ ചോദിച്ചു, എടേ നിനക്കിത് അറിയാമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ ഞങ്ങളെ ഇത്രയും നിലവിളിപ്പിച്ച്? ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെ, ഇവന് ആരോഗ്യമുള്ളവനാ, എനിക്ക് മുങ്ങൽ എങ്ങനെയാണെന്ന് അറിയാം. ഇവൻ തുടങ്ങിയ സമയം ഞാൻ ചാടിക്കയറി പിടിച്ചാൽ ഇവൻ എന്നെ ചാടിക്കയറി പിടിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇവന്റെ ആരോഗ്യം ഒന്ന് ക്ഷയിച്ചെങ്കിലേ എന്റെ കൈകളിൽ ഇവൻ ഒതുങ്ങൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവന് വേണ്ടി താമസിച്ചത്. പ്രാർത്ഥിക്കുന്ന ദൈവമൈതനെ ചില വിഷയത്തിൽ ദൈവം പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാത്തത് അവന്റെ കഴിവുകേട് കൊണ്ടല്ല, നീ അവന്റെ കൈകളിൽ ഒന്ന് ഒതുങ്ങാൻ അവൻ നിന്നെ കാത്തു നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനേറെ കർത്താവിന് സ്തോത്രം. നാട്ടിൽ ഈ
വാർത്ത കാട്ടുതീ പോലെ വരുന്നു. ആരാധനയെ കുറിച്ച് പറയാൻ വരിക, ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. നാട്ടിൽ ഈ വാർത്ത കാട്ടുതീ പോലെ വരുന്നു പറഞ്ഞു. നാട്ടുകാരെല്ലാം തീരുമാനിച്ചു, സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരാളെ മരണത്തിന്റെ കയത്തിൽ നിന്ന് ജീവന്റെ തുരുത്തിലേക്ക് രക്ഷപ്പെടുത്തിയ ആളിനെ നാട്ടിൽ പരസ്യമായി മാനിക്കണം. നാട്ടിൽ പൗരപ്രമുഖന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും പ്രധാനികളും എല്ലാം കൂടി എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ആ പ്രത്യേക അംഗീകാരത്തിന്റെ ചടങ്ങ് നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാ. എങ്ങനെയാ പറയുന്നത് അറിയാമോ? ഞാനെപ്പോലൊരു മനുഷ്യൻ ഇവിടെ ഈ നാട്ടിലുണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സ് വേമ്പനാട്ട് കായൽ പോലെ കിടക്കുകയാണ്. അപ്പനും അപ്പൂപ്പനും വല്യപ്പനും ഇതുപോലെ മനസ്സതിക്കാരായിരുന്നു. ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കണ്ടാൽ ഇദ്ദേഹം ഒരിക്കലും നോക്കിയിരിക്കില്ല. എന്നെ വാനോളം പുകഴ്ത്തുകയാണ്. സ്തോത്രം. രക്ഷപ്പെട്ടവരും രക്ഷപ്പെടുത്തിയവരും വേദിയിലുണ്ട്. ഈ സമയം പുകഴ്ത്തലെല്ലാം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടവന് 2 വാക്ക് പറയാൻ അവസരം കൊടുത്തു. ശ്രദ്ധിക്കണേ, ആരാധനയുടെ കാര്യം ഞാൻ പറയാൻ ഈ വരുന്നത്. സ്തോത്രം. രക്ഷപ്പെട്ടവൻ മുൻപോട്ട് വന്നു. അവൻ മൈക്രോഫോൺ കയ്യിലെടുത്തു. ഇടയ്ക്ക് അവൻ രക്ഷപ്പെടുത്തിയവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവനൊന്നും പറയാൻ വയ്യ. അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അവന്റെ അധരം വിതുമ്പുകയാണ്. രക്ഷപ്പെട്ടവന് മാത്രമേ രക്ഷപ്പെടുത്തിയവനെ കുറിച്ച് പറയുമ്പോൾ വികാരം തുടിക്കുകയുള്ളൂ. ഇതാണ് ആരാധന. ആത്മനിറവ് പ്രാപിച്ച ദൈവവൈദ്യനെ 4 പേര് മതി. കാൽവറിയിൽ എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ നാഥനെ കുറിച്ച് അകം തിളച്ചു കഴിയുമ്പോൾ കാൽവറിയുടെ ദർശനം അകക്കണ്ണിൽ തിളയ്ക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യും. അവരുടെ അകം ആത്മാവിൽ തിളയ്ക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ അനുഭവം പ്രാപിച്ച് ആരാധിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ഈ അനുഭവം പ്രാപിച്ച് ആരാധിക്കാനായിട്ട് ആഗ്രഹമുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആദ്യത്തെ പടി എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ സ്ഫുടമായ ഭാഷയിൽ സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങണം. സ്തോത്രം. വായയുടെ ബന്ധനം അടിയത്തെ നിങ്ങൾ സ്ഫുടമായ ഭാഷയിൽ സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങണം. ഒരിക്കൽ ഞാൻ ഒരു കുരിശരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട്, 100cc ബൈക്കാണ്, ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ട് അവൻ നെഞ്ചത്ത് ഒന്ന് കുത്തിയ പോകുന്നു കണ്ടു. അടുത്തത് നാലോട് ഞാൻ ചായ ഉണ്ടാക്കാണ്ടേ. അപ്പോൾ പറഞ്ഞു, കുരിശ് വരച്ചിട്ട് പോയതാ. പണ്ടൊക്കെ അപ്പച്ചന്മാരെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുമായിരുന്നു. 3 വരൽ തൃത്വത്തെ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് പിടിച്ച് നെറ്റിക്കെടുത്ത് തൊട്ട് താഴെ കൊണ്ടുവന്ന് ഇടത്ത് പിടിച്ച് വലത്ത് കൊണ്ടുവരും. അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ താഴെ ഇറങ്ങി വന്ന് ഇടത്തിന്റെ മക്കളെ വലത്താക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു വസ്തുത ഓർക്കണം, ഇത്രയുമൊക്കെ കൈകാര്യം ചെയ്യാൻ ഇന്ന് നേരമില്ല. ഇതെല്ലാം കൂടെ 2 കുത്തിനകത്ത് ചുരുക്കിയിരിക്കുക. ഇതുപോലെ സ്തോത്രമെന്ന് പറയാൻ പോലും പലർക്കും വയ്യ. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവപൈതലേ, ഉച്ചരിക്കുന്ന സ്ഫുടമായ ശബ്ദത്തോടുകൂടെ നിന്റെ വായിൽ സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ആരാധന തുടങ്ങുക. കേട്ടോ, ഇത്രയും നേരം അത് ശരിക്കും പറഞ്ഞിട്ടില്ല ഉള്ളവരെ ഇവിടെ പലരും ഇല്ലെന്നുള്ള ഈ ചിരി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇത് പകൽക്കാലം ഇരിക്കുന്ന ഇപ്പോൾ നമുക്കൊന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങാൻ കഴിയുമോ? പ്രാകാരത്തിലാണ് ജനത്തിന്റെ ആരാധന. വിശുദ്ധ സ്ഥലത്താണ് പുരോഹിതന്റെ ആരാധന. അതിപരിശുദ്ധ സ്ഥലത്താണ് മഹാപുരോഹിതന്റെ ആരാധന. പ്രാകാരത്തിൽ സൂര്യന്റെ വെളിച്ചമാണ്. വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കിന്റെ വെളിച്ചമാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് തേജസ്സിന്റെ പ്രകാശമാണ്. പ്രാകാരത്തിൽ നിന്ന് ആരാധിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കൃപാസനം വരെ കയറി ചെന്ന് കൃപാസനസ്ഥനെ കൈകൊണ്ട് തൊട്ടാരാധിക്കാൻ വിളിക്കപ്പെട്ട കൃപ പ്രാപിച്ച ദൈവമക്കൾ, ആരാധനയ്ക്ക് പല പടികളുണ്ട്. കേട്ടോ, ആരാധനയ്ക്ക് പല പടികളുണ്ട്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, കൈകെട്ടിയിരിക്കുന്നതല്ല ആരാധന. അധരചർവണം നടത്തുന്നതല്ല ആരാധന. കേവലം നിശബ്ദതയോടെ മൗനം ഭജിക്കുന്നതല്ല ആരാധന. മിണ്ടാകൃതം അനുഷ്ഠിച്ച് അനങ്ങാപ്പാറ നയത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് പോലെ ദൈവസന്നിധി നിൽക്കുന്നതല്ല ആരാധന. ഹൃദയം ദൈവസന്നിധിയിൽ തിളയ്ക്കുന്ന ഒരു ദൈവപൈതൽ ആദ്യം സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ആരാധനയുടെ പടിയിലേക്ക് വരികയാണ്. ആരാധന പടിയിലേക്ക് വരികയാണ്. ഇന്ന് പകൽക്കാലം കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്തോളെ. ഞാനൊരു കാര്യം പറയാം, രണ്ടാമതൊരു പ്രസംഗം ഇവിടെ നടന്നില്ലെങ്കിലും ഇന്ന് പകൽ ആരാധന മാത്രം ഇവിടെ നടന്നാൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം, സ്തോത്രം. രണ്ടാമതൊരു ശുശ്രൂഷ ഇവിടെ നടന്നില്ലെങ്കിലും ഇന്ന് പകൽ ആരാധന ഇവിടെ നടന്നാൽ അത്ഭുതങ്ങൾ നടക്കും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഓരോ വായും ചലിക്കട്ടെ ദൈവസന്നിധിയിൽ. ഓരോ വായും ചലിക്കട്ടെ. പാസ്റ്റർ രാജു മേത്ര പറയുന്നത് കൊണ്ടല്ല ആരാധിക്കേണ്ടത്. ഗ്ലോറി, ഹല്ലേലൂയ. പാസ്റ്റർ വർഗീസ് രാജു മേത്ര വിളിച്ചു പറയുന്നത് കൊണ്ടല്ല ആരാധിക്കുന്നത്. എന്റെ ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി കൊണ്ട് ഇവിടെ ആരും ആരാധിക്കരുത്. എന്നാൽ ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, ശാപത്തിന്റെ കെട്ടുകളിൽ നിന്ന്, ന്യായവിധിയുടെ തീപ്പൊയ്യിൽ നിന്ന്, അഗ്നി തടാകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കൃപയാൽ എന്നെ വിടുവിച്ച
അടുത്ത പടിയിലേക്ക് നീ കയറും. അതാണ് ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറയുക. സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ അല്പസമയം സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ, അല്പമിനിറ്റുകൾ സ്തോത്രം ഉച്ചരിച്ച് കഴിയുമ്പോൾ, ഇതാ നിന്റെ ജീവിതത്തിന്റെ രണ്ടാം പടി തുടങ്ങുകയാണ്. പ്രാകാരത്തിൽ കയറുന്നത് പോലെ ആ സ്തോത്രയാഗത്തിന് ആത്മാവിൽ നിറയാം. ആത്മാവിൽ നിറയാം. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് അന്യഭാഷ അവിടെ വ്യാപരിക്കുന്നത്. അവിടെയാണ് കൃപാവരങ്ങൾ ജ്വലിക്കുന്നത്. അവിടെയാണ് ഇരുട്ടിന്റെ ശക്തികളിൽ ജയമുണ്ടാകുന്നത്. അവിടെയാണ് അഭിഷേകത്തിന്റെ അധികാരം വെളിപ്പെടുന്നത്. ആദൽ ഘടകരാധികരയാളുക അവിടെ കൊണ്ട് ആരാധന കഴിയുകയല്ല. നിനക്കൊരു മൂന്നാമത്തെ പടിയുണ്ട്. ദേഹമെന്ന തിരശീലയിൽ കൂടെ നിനക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിലൂടെ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കയറി ചെന്ന് നിന്റെ കൈനീട്ടി കൃപാസനസ്ഥലം തൊടത്തക്ക വിധം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ആരാധന. അഭിഷിക്തന്മാർ ആത്മാവിൽ പോരാടട്ടെ. കൃപയിൽ വെച്ച ദൈവമക്കൾ ആത്മാവിൽ ജാഗരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ തേജസ്സിന്റെ മേഘം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സഭയിൽ ഇറങ്ങട്ടെ. ഇവിടെ കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ഇവിടെ ദൈവിക രോഗശാന്തികൾ ഉണ്ടാകട്ടെ. ഇവിടെ വെളിപ്പാടുകളുടെ തലവരകൾ തുറന്നു വരട്ടെ. നാളെ നടത്തുവാൻ സഭയ്ക്ക് നേരെ, നാളെ നടത്തുവാൻ കുടുംബങ്ങൾക്ക് നേരെ ഇരുട്ടിന്റെ ശക്തികൾ കരുതിയിരിക്കുന്ന ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മീയ വെളിപ്പാടുകൾ കണ്ടെത്തിക്കാൻ പ്രാർത്ഥനയുടെ മധ്യസ്ഥത അടയ്ക്കുന്ന ചില മുഴങ്കാൽ പോരാട്ടക്കാരെ ദൈവം സഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ സഭയുടെ തലമുറകൾ പ്രവചിക്കട്ടെ. നമ്മുടെ സഭയുടെ യുവാക്കന്മാർ ശക്തരാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാരെ കൊതിക്കുന്നു. ദൈവ സഭയ്ക്കകത്ത് ആത്മവ്യാപാരത്തിന്റെ ഒരു തലം തുറന്നു വരേണ്ടതിന് ആത്മസ്നാനം പ്രാപിച്ച ദൈവക്കടവിൽ അധികാരം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവക്കടവിൽ അധികാരം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയുടെ നിരക്കായി വെളിപ്പെടുകയാണ്. ഇവിടെ ഇന്ന് സ്തോത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കണ്ണുകളിൽ ദർശനങ്ങൾ വ്യാപരിക്കട്ടെ. ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചില കണ്ണുകളിൽ ദർശനങ്ങൾ വ്യാപരിക്കട്ടെ. ഒരു വെള്ളിത്തിരയിൽ ചിത്രം എന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ അകക്കണ്ണുകളിൽ ദർശനങ്ങൾ നൽകട്ടെ. ദർശനങ്ങൾ നൽകട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അധികാരത്തോടെ പ്രാർത്ഥനയിൽ ജാഗരിച്ചട്ടെ. മേഖലയെ അടക്കി വാഴുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന കളികളെ ബന്ധിക്കാനുള്ള അധികാരം കൃപ ലഭിച്ച നിന്റെ അധരങ്ങളിൽ ദൈവാത്മാവിന്റെ രാത്രി തന്നധികാരം തന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയുടെ പോരാട്ടം ഏറ്റെടുക്കട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ സമയം വളരെ പോകും എന്നുള്ളത് ഞാൻ കാര്യങ്ങൾ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഗൗരവമായി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയാൻ തുടരുന്ന കാര്യം ശക്തമായ ആത്മപ്രേരണയിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഇന്നത്തെ സഭകൾ പലതും നിലവിളക്ക് മാറ്റപ്പെട്ട സഭകളാണ്. നിലവിളക്ക് മാറ്റപ്പെട്ട സഭകളാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഭയത്തോടെ നാം കേൾക്കണം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നെ മഹിമാസന്നിധിയിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി എല്ലാറ്റിനും മീതെ അവനെ തലയാക്കി എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ തന്റെ ശരീരമായ സഭയ്ക്ക് അവനെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാർമിക അർത്ഥത്തിൽ സഭ ക്രിസ്തുവിന്റെ മാർമിക ശരീരമാണ്. ക്രിസ്തു സഭയുടെ മാർമിക ശിരസാണ്. ക്രിസ്തുവിന് 3 ശരീരം. 1 അക്ഷരിക ശരീരം, പിതാവിന്റെ വലഭാഗി. 2 അടയാള ശരീരം, വിശുദ്ധ മേശയിൽ. 3 ആത്മമർമ്മത്തിന്റെ ശരീരം, ദൈവസഭ. വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ശിരസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഉടലിലാണ് അത് പ്രതികരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നടന്നു പോകുന്ന സമയം ഒരു വിഷസർപ്പം നിങ്ങളുടെ മുൻപിൽ ഇഴഞ്ഞടുക്കുന്നു. നിങ്ങളുടെ കണ്ണാണത് കാണുന്നത്, നിങ്ങളുടെ ശിരസാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. പെട്ടെന്ന് കണ്ണ് കാലുകളോട് പറയുന്നു ഓടുക, അല്ലെങ്കിൽ കണ്ണ് കൈകളോട് പറയുന്നു വടിയെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ശിരസിന്റെ നിർദ്ദേശം അവയവങ്ങളിലെ
സഭയിലേക്ക് വ്യാപരിച്ചത് കൊണ്ട് ഒരു കാര്യം വ്യക്തം, ശിരസും ഉടലും തമ്മിൽ ആശയവിനിമയത്തിന്റെ ബന്ധമുണ്ട്. ശ്രദ്ധിക്കണേ. എന്നാൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഞാൻ ചൊറിയുന്നു, അപ്പോൾ അവിടെ സ്പർശനശേഷിയില്ല. വീണ്ടും ഞുള്ളി നോക്കുന്നു, സ്പർശനശേഷിയില്ല. നല്ല കാര്യം, അവിടെ ഇരുന്നോട്ടെന്ന് ആരെങ്കിലും പറയുമോ? മരണത്തിന് മുൻപ് സെമി പാരലിറ്റിക് ആയി മാറുകയാണ്. ഒരു കാര്യം ഓർക്കുക, സഭയ്ക്കകത്ത് കൃപാവരങ്ങളുടെ വ്യാപാരത്താൽ നാഥന്റെ ശിരസിന്റെ നിർദ്ദേശം വ്യാപരിക്കുന്നില്ലെങ്കിൽ ആ സഭ ചത്ത സഭയാണ്. അധികം താമസിക്കുന്ന ശവസംസ്കാരം നടക്കും. ഇന്ന് പകൽക്കാലം ദൂതായി കുറിച്ചു വെച്ചുകൊള്ളുക, ദൈവസഭയ്ക്കകത്ത് കൃപാവരങ്ങൾ ഒഴുകിയിറങ്ങിയിട്ട് ദൈവസഭയ്ക്കകത്ത് വാടകയ്ക്കുള്ള പ്രവാചകന്മാരാലല്ല, ആരാധിക്കുന്ന ദൈവമക്കളിലൂടെ നാഥന്റെ ശിരസിന്റെ നിർദ്ദേശം ഒഴുകത്തക്ക വിധം സഭ ശക്തമാകുന്നില്ലെങ്കിൽ ആ സഭ അധികം താമസിക്കാതെ ശവസംസ്കാരത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് സ്ഥലം സഭകൾക്കകത്ത് നാഥന്റെ ശിരസിന്റെ ബന്ധം കൃപാവരങ്ങളാൽ തെളിയിക്കപ്പെടണം. സ്തോത്രം. പക്ഷേ അത് വചനത്തോടുള്ള ബന്ധത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ തികച്ചും ജാഗ്രതയുള്ളവരായിരിക്കുക, ദൈവസഭയെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് തിരുവെഴുത്തിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ശ്രദ്ധയെ വേദപുസ്തക ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാം. ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പിടിച്ചാട്ടെ. സ്തോത്രം. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇത് നമ്മുടെ ജീവിത പ്രമാണമാക്കി മാറ്റിയാൽ ഇത് പാപത്തിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റും. പാപം കൊണ്ട് നമ്മുടെ ജീവിതം ആധിപത്യം പുലർത്താൻ അനുവദിച്ചാൽ പാപം ഇതിൽ നിന്ന് നമ്മെ പിടിച്ചു മാറ്റും. സ്തോത്രം. കരങ്ങൾ താഴ്ത്തിയിട്ടാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം അത് ദൈവത്തിന്റെ വചനമാണ്. അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. അനുഭവമില്ലാത്ത ആരും ഇതിനകത്തില്ല. രക്ഷാ തത്വശാസ്ത്രം പഠിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരുമില്ല. നമ്മൾ ആരും രക്ഷാ തത്വശാസ്ത്രം പഠിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരല്ല, നാം ഒക്കെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാ. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ സത്യത്തിലേക്ക് നടത്തപ്പെടുമ്പോൾ നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കാതിരുന്നാൽ ശോധനയുടെ കാറ്റിൽ നിങ്ങൾ ആടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ വചനത്തിൽ ഉറയ്ക്കണം. വചനത്തിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. വചനത്തിൽ സന്തോഷിക്കുന്നവർ. ഇവിടുത്തെ സാഹിത്യങ്ങളെക്കാൾ മംഗളവും കന്യകയും നാനായും ചലച്ചിത്രവും ഇവിടുത്തെ മാധ്യമങ്ങളും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഇന്നത്തെ ആധുനിക മ്ലേച്ഛ സംസ്കാരത്തിന്റെ സൂപ്പർ ഹൈവേ വെട്ടിത്തുറന്നിരിക്കുന്ന ഡിവൈസുകളിലും ചെറുപ്പക്കാർ ആനന്ദം കണ്ടെത്തുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അമരാനന്ദം കണ്ടെത്തുന്നത് ദൈവത്തിന്റെ വചനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക എന്റെ മനസ്സിന്റെ ആഹ്ലാദമാണ്. ഞാൻ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ വിശ്രമിച്ചു. എന്നാൽ ഇവിടെ ഇതുവരെ പ്രസംഗിക്കാത്തതും ഇന്ന് വരെ പ്രസംഗിക്കാൻ പ്ലാൻ ചെയ്യാത്തതുമായ കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ മണിക്കൂറുകൾ ധ്യാനിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ മാനസിക അസ്വസ്ഥതയായിരിക്കും. എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ വചനത്തിൽ കഴിയണം. എങ്ങനെയാണ് വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത്? ഒരു കർത്തൃദാസൻ പ്രസംഗിച്ചു, വചനത്തിൽ സന്തോഷിക്കണം, അതാണ് ആത്മീയ നിലനിൽപ്പിന് ആധാരം. സ്തോത്രം. കർത്തൃദാസി സഹോദരി തീരുമാനിച്ചു വചനത്തിൽ സന്തോഷിക്കാൻ. വീട്ടിൽ ചെന്ന് രാവിലെ സമയം എഴുന്നേറ്റ് പ്രഭാത കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി ഭർത്താവിനെ സ്കൂളിൽ ആശുപത്രിയിൽ ജോലിക്കും കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിട്ടെല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ച് വായിക്കാനായിട്ട് പുസ്തകം അങ്ങ് തുറന്നു. പുസ്തകം തുറന്നപ്പോൾ കിട്ടിയത് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം വായിച്ചു തുടങ്ങി. കാരണം വചനം ധ്യാനിക്കണമെന്നല്ല ഇന്നലെ പാസ്റ്റർ പ്രസംഗിച്ചേ. വചനം കൊണ്ട് വായിച്ചു തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളതിന് ദാസന്മാരെ കാണിക്കണതിന് ദൈവം അവന് കൊടുത്തു. അവന് തന്നെ ദൂതൻ മുഖാന്തരം വെച്ചത് ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ദൈവവചനം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി കണ്ടതൊക്കെ ഈ സാക്ഷീകരിച്ച് വായിച്ചു വരിക. യോഹന്നാനാസിയിൽ 7 സഭകൾക്ക് ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായ വിശ്വസ്ത സാക്ഷിയും മരിച്ചവല്ലാതെ യാതൊരു ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ മക്കൾ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് മംഗളമായിരുന്നെങ്കിൽ, ഈ സമയത്ത് കോട്ടയം പുഷ്പരാജിന്റെ ഡിറ്റക്റ്റീവ് നോവലായിരുന്നെങ്കിൽ സഹോദരിക്ക് ഉറക്കം വരുന്നു. പുള്ളിക്കാരി തീരുമാനിച്ചു ഉച്ചവരെയുള്ള പണി ഒതുക്കി വെച്ചേച്ച് ബാക്കി വായിക്കാം. ഏതായാലും ഉച്ചവരെയെല്ലാം ഉള്ള പണിയെല്ലാം ഒതുക്കി വെച്ചേച്ച് ഭക്ഷണവും കൂടെ കഴിഞ്ഞേച്ച് തുറന്നപ്പോൾ കിട്ടിയ ദാരിദ്ര്യപ്രവചനമാണ്. യഹൂദ രാജാവായ ഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ ഹോയാക്കീമിനെ ദൈവത്തിന്റെ ആലയത്തിൽ പാത്രങ്ങൾ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനവയെ ശീനാർ ദേശത്തിന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പേനോസിനോട് ഉറക്കം വരുന്നു. സ്തോത്രം. ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? രാപ്പകൽ സന്തോഷിക്കാൻ
പറ്റുന്നില്ല. എങ്ങനെ രാപ്പകൽ സന്തോഷിക്കുന്നത്? വചനത്തിൽ രാപ്പകൽ സന്തോഷിക്കുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. കാര്യം അറിയാവുന്ന ചിലര് കരം ഉയർത്തുന്നുണ്ട്, അറിഞ്ഞോണ്ടാണോന്നും അറിയില്ല. സ്തോത്രം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, രാപ്പകൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്നായിരുന്നെങ്കിൽ ആശയം തെറ്റാകുമായിരുന്നു. കാരണം അനുദിന വരുമാനത്തിന് വേണ്ടി അധ്വാനങ്ങൾക്കിടയിൽ ഉപജീവനത്തിന്റെ വഴികൾക്ക് നടുവിൽ രാവിലെ മുതൽ രാത്രി വരെ പുസ്തകം വായിക്കാൻ പറ്റില്ല. രാപ്പകൽ വായനയല്ല, രാപ്പകൽ ധ്യാനമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? രാപ്പകൽ നിനക്ക് ധ്യാനിക്കണമെങ്കിൽ നിനക്ക് ഇതിൽ സന്തോഷിക്കാൻ കഴിയണം. അതിനെക്കുറിച്ചാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൽ ആനന്ദിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇതിൽ സന്തോഷിക്കാൻ എങ്ങനെ കഴിയുന്നത്? ഇതിൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നിനക്കിത് എന്താണോ അതനുസരിച്ച് മാത്രമേ ഇതിൽ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. അച്ചായൻ ഇവിടെ വന്നു, കൊച്ചമ്മ നാട്ടിലുണ്ട്, പിള്ളേര് 2-3, വളരെ ആത്മബന്ധമുള്ള അച്ചായൻ. ഇവിടുത്തെ പല രീതിയിൽ പറഞ്ഞാൽ 4ാമത്തെ ഭാര്യയുടെ 5ാമത്തെ ഭർത്താവായിരിക്കുന്ന അച്ചായനും കൊച്ചമ്മയുടെ കാര്യമല്ല പറയുന്നത്, വളരെ ആത്മബന്ധമുള്ളൊരു കുടുംബം. പക്ഷെ ഇവിടെ വന്ന അച്ചായൻ വാർത്തകൾ അറിയിക്കുന്ന ടെലഫോണിൽ കൂടെയല്ല, ടെലഫോണില്ലാത്ത കുന്നിൻ പുറത്തെ വീട്ടിൽ കത്തിലൂടെ. അങ്ങനെ കാത്തിരിക്കുന്ന കൊച്ചമ്മയ്ക്ക് ഒരു ദിവസം പോസ്റ്റ്മാൻ കയറി വന്നപ്പോൾ കത്ത് കിട്ടി. ആ കത്ത് പൊട്ടിച്ച് തുറന്ന സഹോദരി അങ്ങ് ഇരിക്കുകയാണ്. ഒന്ന് വായിച്ചു, രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു. പോസ്റ്റ്മാൻ വെള്ളം ചോദിച്ചിട്ട് പോലും കാര്യം മനസ്സിലാക്കാതെ ഒന്നുകൂടെ വായിച്ചു. പിന്നെ സഹോദരി വൈകിട്ട് വീണ്ടും വായിക്കാൻ തലനയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുക. തലനയുടെ കീഴെ കൊണ്ട് വെച്ചിരിക്കുന്ന ഈ കത്ത് പാസ്റ്റർ രാജു മേത്ര ഇന്ന് ഒളിഞ്ഞു വായിക്കാൻ തീരുമാനിച്ചിരിക്കട്ടെ. ഒരു ഉദാഹരണം പറയാൻ വരികയാണ്. സ്തോത്രം. അതിനകത്ത് എന്താ ഉണ്ട്? വാഴയ്ക്ക് വളമിടുന്ന കാര്യം, വീടിന്റെ പുറകത്തെ കയ്യാല കെട്ടുന്ന കാര്യം, പിള്ളേരുടെ ഫീസ് കൊടുക്കുന്ന കാര്യം, ഇതന്നെ ഈ സഹോദരിക്ക് ഇത്രമാത്രം ആവർത്തിച്ച് വായിക്കാൻ ഒരു കാര്യമുണ്ട്. പാസ്റ്റർ രാജു മേത്രയ്ക്ക് ആ കത്ത് എഴുതിയ വ്യക്തി ആരുമല്ല. അതുകൊണ്ട് തന്നെ ആ കത്തിന്റെ വരികളിൽ എനിക്കൊരു സന്തോഷവുമില്ല. എന്നാൽ പാസ്റ്റർ രാജു മേത്രയ്ക്ക് ആരുമല്ലെങ്കിലും അവൾക്ക് ആ കത്തെഴുതിയ വ്യക്തി അവളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എഴുതിയ വ്യക്തിയും വായിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലാണ് വരികൾക്ക് ജീവൻ വ്യാപരിക്കുന്നത്. വീണ്ടും ജനിക്കാത്ത ഒരുവന് ഈ വചനം ഒന്നുമല്ല. എന്നാൽ വീണ്ടും ജനിച്ച കൃപ ലഭിച്ച ദൈവമക്കൾ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അകം തുടിക്കാൻ കാരണം ഇത് സാധാരണ പുസ്തകമല്ല, എന്റെ നാഥന്റെ സ്നേഹലേഖനമാണ്. അതുകൊണ്ട് ഇത് പകൽക്കാലം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കേന്ദ്രീകരിക്കണം. വചനം നമ്മോട് ആവശ്യപ്പെടുന്ന സംസാരിക്കുവാൻ തിരുവഴുത്തിൽ നമുക്കൊന്ന് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട് വേഗം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വന്ന് 8-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ച് സഹായിച്ചിട്ട്. വെളിപ്പാട് പുസ്തകം 8-ന്റെ 3 മുതൽ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കൊച്ചാശയം ചില മിനിറ്റുകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. വിശുദ്ധന്റെ പ്രാർത്ഥന എന്താ? കേട്ടില്ല? എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കണം. എന്താണ് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന? നമ്മുടെയൊക്കെ പ്രാർത്ഥന വിശുദ്ധന്റെ പ്രാർത്ഥനയാണോ? പ്രാർത്ഥന എന്ന പ്രയോഗത്തിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്, നമ്മുടെയൊക്കെ പ്രാർത്ഥന നമേ പ്രയോഗങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ, എന്റെ കുഞ്ഞിന്റെ വിസയുടെ കാര്യം ശരിയാക്കണമേ, എന്റെ മോളെ വിവാഹ വിഷയം ഇത്രയും പെട്ടെന്ന് ചെയ്തു തരയണമേ, എന്റെ ആരോഗ്യ പ്രശ്നത്തിന് വിടുതൽ നൽകണമേ. ഈ അവസാനത്തെ വാക്കെല്ലാം കൂടെ എടുത്തൊന്ന് മാറ്റി വെച്ചാൽ നമേ 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 എന്ന് വരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമേ പ്രയോഗത്തിന്റെ പ്രാർത്ഥന. ഇങ്ങനെ ഒരു പ്രാർത്ഥനയല്ല ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന. വളരെ ഗൗരവമായി ചിന്തിച്ചാൽ വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതകളുണ്ട്. വേദപുസ്തകം വരച്ചു തരുന്ന രൂപരേഖയിലൂടെ പ്രാർത്ഥിക്കുവാൻ പഠിച്ചാൽ പ്രാർത്ഥനയിൽ ഗൗരവമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നിങ്ങൾക്കറിയുമോ, വിശുദ്ധ തിരുവഴുത്ത് നമ്മോട് പറയുന്ന നിർദ്ദേശങ്ങൾ പലതും നമ്മുടെ വ്യക്തി ജീവിതത്തോടെ ശക്തമായി ഇടപെടുന്നതാണ്. കർത്താവിന് വേണ്ടി ഒരു സേവനം ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ആ സേവനം മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെട്ടു പോയാൽ നിത്യതയിൽ പ്രതിഫലമില്ലെന്നുള്ള കാര്യം നമുക്കറിയുമോ? വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്നത് 13-14 കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്ന
പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും എന്ന് ആത്മാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന വിശുദ്ധന്മാരെ പിന്തുടരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ഏതാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 6:3 പറഞ്ഞു, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ല ഞാൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലമില്ല. അങ്ങനെയെങ്കിൽ 2 വാക്യം കൂടെ ചേർത്ത് ഒരു ദൈവവേദന പഠിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ നീതി പ്രവൃത്തി പരസ്യമായിരിക്കുകയും രഹസ്യ ജീവിതത്തിൽ മറച്ചു വെക്കാൻ ഒരു നീതി പ്രവൃത്തിയും ഇല്ലാതിരിക്കുകയും ചെയ്താൽ നിത്യതയിൽ പ്രതിഫലമില്ലാത്തവനായിട്ടായിരിക്കും നീ കഴിയുക. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കണം. നിത്യതയിൽ നീ പ്രതിഫലമുള്ളവനാകണമെങ്കിൽ നിന്റെ പ്രവൃത്തി മനുഷ്യന്റെ മുമ്പിൽ മറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ തിരുവഴുത്തിൽ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപരമായ ചില ആശയങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കൊതിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന നമ്മളെ കുറിച്ച് ആൾക്കാർ പറയാറുണ്ട്, പെന്തിക്കോസ്തുകാരൻ നിങ്ങളെ കൊള്ളാം, നിങ്ങളല്ലേ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്. അവരുദ്ദേശിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയുടെ കാര്യമാണ്. സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വല്ലപ്പോഴും അതൊന്ന് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. സ്തോത്രം. പക്ഷേ അത് ഓരോ പല്ലവികളും ധ്യാനിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അല്പം പുളിക്കും. സ്തോത്രം. അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കിട്ടിയാൽ ഒറ്റ മൂന്നിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും വളരെ ഗൗരവമായ ഭാഷയിൽ മണിപ്രവാള ശൈലിയിൽ ഒത്തുവാക്യമോ കുത്തുവാക്യമോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനക്കാർ ഇവിടെ കാണും. എന്നാൽ ആത്മീയ ലോകത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരുടെ നടുവിൽ ദൈവം അന്വേഷിക്കുന്നത് മിടുക്കന്റെ പ്രാർത്ഥനയല്ല, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയാണ്. എങ്ങനെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും? അതിന് പ്രാർത്ഥനയ്ക്ക് മാതൃകയായി പിടിക്കുന്നത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. പിന്നൊരു കാര്യം, ഈ പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പദം വിടാതെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് ചൊല്ലേണ്ട കാര്യവുമില്ല. കർത്താവ് തന്നെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ഒരുമിച്ച് ഒരിടത്തും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാഞ്ഞത്? കുതികാൽ വെട്ടിയും അഞ്ചകനും വെട്ടിക്കൊടുപ്പുകാരനുമായ ഒരുത്തൻ കൂട്ടത്തിലിരിക്കുന്നത് കൊണ്ട് ഇവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ വയ്യാന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കാതിരുന്നത്. ഇവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ പറയാൻ യേശുവിനെ കൊണ്ട് പറ്റില്ല. യേശുവിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ പറയാൻ ഇവരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 9 പേരെ ഒരിടത്തിരുത്തും. പിന്നെ 3 പേരുമായി അല്പം മുന്നോട്ട് പോയി അവരെ ഒരിടത്തിരുത്തും. കൂട്ടത്തിലിരിക്കുമെന്നല്ല, കല്ലേറോളം ദൂരം മാറിപ്പോയിരുന്നേ കർത്താവ് പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കാര്യത്രേ ഉള്ളൂ. ഇവർ പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കും? ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത ഇവന് ഈ ക്ഷമയ്ക്ക് പ്രാർത്ഥനയിൽ ആമേൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യേശു ശിഷ്യന്മാരുടെ കൂടെ ഒരുമിച്ച് ഒരിക്കലും ഒരിടത്തും പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നാൽ പ്രത്യേക അതേ പ്രാർത്ഥനയുടെ മണിക്കൂറുകളുടെ ധ്യാനത്തിന് ശേഷം പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു മാതൃകാ പ്രാർത്ഥനയുടെ മാറ്റർ നമുക്ക് നൽകി. ഈ പ്രാർത്ഥനയ്ക്കകത്ത് 2 ഗൗരവമേറിയ ആമുഖവും ഉപസംഹാരവും ഉണ്ട്. ഇതിനകത്തെ പ്രാർത്ഥനാ വാചകങ്ങൾ പല്ലവി വിടാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എനിക്ക് തന്റെ ഇടമുണ്ടെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി പിടിച്ചാൽ. പലരുടെയും കൈ പോകുന്നില്ലല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് അതിപ്രധാനമായ ചില ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് സംബോധന പ്രയോഗം ശ്രദ്ധിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോട് പ്രാർത്ഥിക്കണം? ആര് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അതിനകത്തുണ്ട്. പിതാവിനോട് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ കണ്ണ് തുറന്ന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. പിതാവിനോട് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെയൊക്കെ ആരാധനാക്രമത്തിൽ പഴയ അമ്മയുടെ വഴിയിലൂടെ ആരാധനാക്രമങ്ങളിൽ അന്ന് യാക്കോബായ പശ്ചാത്തലത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വിശുദ്ധന്മാരുടെ പേരെല്ലാം പറഞ്ഞിട്ട് പ്രാർത്ഥന പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഓർക്കുന്നു. അവരുടെ പേരെല്ലാം ഞാൻ പറയും. അന്തിമോസ്, ഇവാനിയോസ്, കൂറിലോസ്, ദീമോസ്, ഇസ്കരിയോത്തോസ്, യൂലിയോസ്. ഒടുവിലൊരു പ്രയോഗമുണ്ട്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അന്തിമോസിനെ, ഇവാനിയോസിനെ, കൂറിലോസിനെ, ദീമോസിനെ, ഇസ്കരിയോത്തോസിനെ, യൂലിയോസിനെ ഒക്കെ ഓരോ കേസുകെട്ടുമായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കർത്താവെ. അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ റെക്കമെൻഡേഷന് മറുപടി തരണമെന്ന് നിന്റെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ ദൈവം സ്വീകരിക്കത്തുള്ളൂ, നേരിട്ട് റെക്കമെൻഡ് ചെയ്തുകൂടെ എന്ന് പറയാൻ കൃപയാൽ കണ്ണ് തുറന്നവരാണ് ആത്മനിർഭരം പ്രാപിച്ച ദൈവമക്കൾ. നേരിട്ട് അപ്പച്ചാ എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാം.
സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയുള്ള ബന്ധം ഗ്രഹിക്കുമ്പോൾ ഇവർക്ക് മധ്യസ്ഥതയിലൂടെ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. മധ്യസ്ഥത പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാനത് പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യൻ ഒരു ചക്ക ഇടാൻ പ്ലാവിന്റെ ചോട്ടിൽ വന്നു. നീളമുള്ള തോട്ടിയുടെ അറ്റത്ത് ഒരു അരിവാൾ വെച്ച് കെട്ടി ചക്കയുടെ ഞെടുപ്പയിലോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ചപ്പം തോട്ടിയുടെ അറ്റത്ത് കെട്ട് മുറുകാഞ്ഞത് കൊണ്ട് അരിവാൾ അവിടെ കുത്തിയിരുന്ന് തോട്ടി ഊരിഞ്ഞു പോന്നു. പുള്ളിക്കാരൻ നേരെ മരത്തെ കയറി അനങ്ങാതെ അരിവാൾ എടുത്തു, നേരെ ഇറങ്ങി വന്നു. എന്നിട്ട് അടുത്ത മാടക്കടയിൽ പോയി ഒരു മുടി കയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കയറിന് തോട്ടിയുടെ അറ്റത്ത് ശരിക്കും വെച്ച് കെട്ടിയിട്ട് പുള്ളി ചക്ക ഇട്ട് തിന്നു. എടാ എന്താ വെട്ടിയിടാൻ കൈ കിട്ടിയപ്പോ വെട്ടിയിട്ടത് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാൽ ഈ തോട്ടി കൂടെ പറിക്കുന്ന നിനക്കെന്നായി ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ കൈ കിട്ടിയാലും അന്തിമോസ് ഈവാനിയോസും കൂറിയിലോസും ദീമോസ് ഇസ്കരിയോത്തും യൂലിയോസും എന്ന് പറയുന്ന തോട്ടി കൂടെ പറിക്കുന്ന നിർബന്ധമുള്ളവരുടെ ഇടയിൽ കൃപയാൽ നേരിട്ട് അപ്പ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. അപ്പച്ച എന്ന് വിളിച്ചതിന് ധൈര്യത്തോടെ കൃപാസനം ഞാൻ നടത്തുമെന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഗ്രഹിക്കണം. പ്രാർത്ഥനയ്ക്കകത്ത് 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഒന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള സംബോധനാ വാചകം കഴിഞ്ഞാൽ പ്രാർത്ഥനാ വിഷയം തുടങ്ങുന്നു. നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണം. ശ്രദ്ധിക്കണേ. നിന്റെ രാജ്യം വരണം. 2, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. 4ാമത്തെ വാക്യത്തിൽ ഭാഗത്തേക്ക് കയറുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. 6, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്. 7, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്ത് എത്ര ഭാഗങ്ങളുണ്ടെന്ന് അറിയാമോ? 7 വിഷയങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ നിന്റെ നിന്റെ നിന്റെ, ഒടുവിലത്തെ 3 കാര്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. കൃത്യം നടുക്കുള്ളൊരു കാര്യമുണ്ട്. ശരീരശാസ്ത്രത്തിൽ വയർ തമ്പുരാൻ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു അറിയാമോ? വയറ് തലയിലല്ല. തലയിലായിരുന്നെങ്കിൽ വയറിന്റെ കാര്യത്തിന് മുൻഗണന വന്നേനെ. വയറ് കാലയിലല്ല, അവിടെ ആയിരുന്നെങ്കിൽ അവഗണനയും വന്നേനെ. തലയെ വെച്ച് മുൻഗണനയും വേണ്ട, കാലയെ വെച്ച് അവഗണനയും വേണ്ട, കൃത്യം നടുക്ക് വെച്ച് പരിഗണന മതി. അതിനാ ശരീരശാസ്ത്രത്തിൽ കൃത്യം വയറുകൊണ്ട സെന്ററിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ വയറിന്റെ ആവശ്യം കൃത്യം നടുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭൗതിക വിഷയത്തിന് മുൻഗണന പാടില്ല, ആത്മീയ വിഷയത്തിന് മുൻഗണന കൊടുക്കാവൂ എന്നാണ് ഈ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന ഗൗരവമേറിയ പ്രബോധനം. ശ്രദ്ധിക്കണേ. പ്രാർത്ഥനയ്ക്കകത്ത് 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. നിന്റെ നിന്റെ നിന്റെ. 2, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. അങ്ങനെയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ബന്ധങ്ങൾ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം. 2, ഞങ്ങളും ഞങ്ങളും തമ്മിലുള്ള ബന്ധം. മനസ്സിലാക്കണേ. ഈ രാത്രി ഈ പകൽക്കാലം പറയുന്നത് എന്താണ് നിങ്ങളൊന്ന് ഗ്രഹിച്ചിരിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ മനുഷ്യകുലത്തിൽ പാപം എവിടെ തുടങ്ങിയതെന്ന്? എവിടെ മനുഷ്യകുലത്തിൽ പാപം തുടങ്ങിയത്? മനുഷ്യകുലത്തിൽ പാപം തുടങ്ങിയത് ഏദൻ പർദീസയിലാണ്. ഏദൻ പർദീസയിലെ പാപത്താൽ എത്ര ബന്ധങ്ങൾ തകർന്നു. സർവശക്തനായ ദൈവം തന്റെ തൃക്കരത്താൽ ആദിമ മാതാപിതാക്കളെ വളർത്തി രൂപപ്പെടുത്തി അവന്റെ തേജസ്സിന്റെ കരങ്ങളെ സൃഷ്ടിച്ചാക്കി. പാപക്കരി പിടിച്ച് കടിച്ചു പാളിച്ചു പറ്റി പാപത്തിന് വീണ ആദിമ മാതാപിതാക്കളോട് ദൈവം ആദ്യം ചോദിക്കുന്നു, ആദമേ നീ എവിടെ? ഉടനെ ആദം പറയുന്ന മറുപടി അറിയാമോ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ? ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവമേ, ഈ പെമ്പറന്നോരത്തെ ഉണ്ടാക്കി എന്റെ കൂടെ തന്നപ്പോൾ നിനക്കറിയത്തില്ലായിരുന്നു ഈ പഴം എന്നെ തീറ്റിച്ച് ഈ കുഴപ്പത്തിൽ ഇവൾ എന്നെ ചാടിക്കുമെന്ന്? ഈ പഴം എന്നെ തീറ്റിച്ച് ഈ കുഴപ്പത്തിൽ ഇവൾ എന്നെ ചാടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവളെ ഉണ്ടാക്കി എന്റെ കൂടെ തന്ന നീയാണ് ഞാൻ പഴം തിന്ന കാര്യത്തിന്റെ 1ാമത്തെ പ്രതി എന്നാണ് നീ തന്നാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനാണെങ്കിൽ ഏതൊരു പാപത്താൽ ആദ്യം ദൈവത്തെ കുറ്റം പറഞ്ഞ് മനുഷ്യൻ ദൈവത്തോടകന്നു. ഇനിയും 2ാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. 2 കൈയും മരത്തി കണ്ണും തള്ളിച്ചെന്ന് ഈ സ്ത്രീ എന്ന രീതി കേട്ടോ. പണ്ടൊരിക്കൽ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ കക്ഷി ഇപ്പോൾ പറയുകയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വന്തം രക്തത്തോടകന്നു. 2 ബന്ധങ്ങൾ ഏതൊരു തകർന്നതോടെ പാപം മനുഷ്യകുലത്തിൽ തുടങ്ങി. നിങ്ങൾക്കറിയുമോ 10 കൽപ്പനകൾ എത്ര കൽപ്പനകൾ ഞാൻ എഴുതി കൊടുത്തെന്ന്? ഇവിടെയുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പഴയ കൽപ്പലകയുടെ രീതിയിലുള്ള 2 കൽപ്പലക ഇരിപ്പുണ്ടെന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് 2 കൽപ്പലക. എന്തിനായി 2 കൽപ്പലകയിൽ എഴുതിയത്? ഒരു കൽപ്പലകയുടെ 2 വശത്ത് എഴുതാൻ വയ്യാഞ്ഞത് എന്താ? എഴുത്തറിയാൻ വയ്യാഞ്ഞിട്ടാണോ? എഴുതാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? സർവശക്തന്റെ അഗ്നി വിരലുകളുടെ റേസുകൾ കൊണ്ട് കൽപ്പലകയിൽ കൽപ്പന നൽകിയപ്പോൾ 2 കൽപ്പന നിങ്ങൾ ശ്രദ്ധിക്കണം. 1ാമത്തെ കൽപ്പനയെ ഉയർത്തി
അതിലേക്ക് നിങ്ങൾ നോക്ക്. 1, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. 2, ശാബത്ത് ദിവസത്തെ യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്. 3, ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 4, എന്റെ നാമം വൃഥ എടുക്കരുത്. ഈ 4 കാര്യങ്ങൾ തമ്മിൽ പാലിക്കുന്നതാണോ? അല്ല, ദൈവത്തോട് പാലിക്കുന്നതാണ്. കാരണം എന്താ? ഏതൊരു ആദ്യം തെറ്റിയത് ദൈവത്തോടാണ്. 1ാമത്തെ കൽപ്പനയിലൂടെ നീ ദൈവത്തോട് നിരക്കണം. ഇനി 2ാമത്തെ കൽപ്പന എടുക്കുക. ദൈവ വിഷയമേ ഇല്ല. നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. 6 കൽപ്പനകൾ തമ്മിൽ പാലിക്കുന്നതാണ്. കാരണം ഏതൊരു 2ാമത്തെ തെറ്റും തമ്മിലാണ്. 2ാമത്തെ കൽപ്പനയിലൂടെ തമ്മിൽ നിരക്കണം. നമുക്കറിയാമോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കൂ. ക്രൂശിൽ എത്ര തടിക്കഷണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു തടിക്കഷണം തിരശ്ചീനമായി നിൽക്കുന്നു, മറ്റൊരു തടിക്കഷണം ലംബമായി നിൽക്കുന്നു. തിരശ്ചീനമായി നിൽക്കുന്ന തടിക്കഷണത്തിനൊരു സന്ദേശമുണ്ട്, ലംബമായി ഉയർന്നു നിൽക്കുന്ന തടിക്കഷണത്തിന് സന്ദേശമുണ്ട്. ഈ മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. വശങ്ങളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ക്രൂശ് പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്ന സമയം ആ ഷൂസിട്ട് കാലുകൊണ്ട് റോമൻ പടയാളികളെ കൈകാലുകളിൽ ചവിട്ടിപ്പിടിച്ച് ആണി അടിച്ചിറക്കുന്ന സമയം സന്ധിബന്ധങ്ങളെ തകർത്തുകൊണ്ട് കൈകാലുകളിൽ ആണി തറഞ്ഞിറങ്ങുമ്പോൾ വാ മാത്രം തുറന്നു കിടക്കുന്ന ക്രിസ്തു വിളിച്ചു പറഞ്ഞ പ്രാർത്ഥനാവാചകം ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യവർഗത്തെ ക്രൂശ് ദൈവത്തോട് അടുപ്പിക്കുകയാണ്. അടുത്തതായി ക്രൂശിൽ തൂങ്ങിക്കിടന്ന് യേശു പിടയുന്ന സമയം, അലറിക്കരയുന്ന വേളയിൽ, അതിവേദനയിൽ പിടയുന്ന സമയം, താഴെ നിൽക്കുന്ന അമ്മയെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. എന്താ കാര്യം? യേശു മനുഷ്യവർഗത്തെ ആദ്യത്തെ ക്രൂശ് വഴിയിൽ ദൈവത്തോട് അടുപ്പിച്ചെങ്കിൽ യേശു മനുഷ്യവർഗത്തെ അടുത്ത ക്രൂശ് വഴിയിൽ തമ്മിൽ അടുപ്പിച്ചു. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു യഹൂദനായിരിക്കുന്ന ഇമിഗ്രേഷൻ ഓഫീസറിന്റെ അടുക്കൽ അമേരിക്കയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം പേപ്പറുകളുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഒരു പലസ്തീനിൽ ചെന്ന രംഗം അദ്ദേഹം സംസാരിച്ച സമയത്ത് ഇമിഗ്രേഷൻ ഓഫീസർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോയി സ്ഥിരതാമസത്തിന് താല്പര്യപ്പെടുന്നത്? ഈ സമയത്ത് ഇമിഗ്രേഷൻ ഓഫീസറിനോട് ഈ യഹൂദ പലസ്തീനി പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയ ഒരു ദൈവപൈതലാണ്. എനിക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അതുകൊണ്ട് ദൈവത്തെ വ്യവസ്ഥ പ്രകാരം ആരാധിപ്പാൻ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഉടനെ ആ യഹൂദൻ ആയ ഇമിഗ്രേഷൻ ഓഫീസർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ജന്മം കൊണ്ട് നാം നിതാന്ത ശത്രുക്കൾ, കാൽവറിയിലെ ക്രൂശ് കൊണ്ട് നാം രക്തബന്ധമുള്ളവർ. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരങ്ങളും എന്റെ രക്തത്തിൽ പിറന്ന ആത്മബന്ധമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ജന്മം കൊണ്ട് നിതാന്ത ശത്രുക്കളെ ക്രൂശ് രക്തത്താൽ കുടുംബബന്ധമുള്ളവരാക്കി മാറ്റുകയാണ്. അതാണ് ക്രൂശ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 2 ബന്ധങ്ങൾ ഒരുപോലെ ഏകീകരിക്കപ്പെടുകയാണ് ക്രൂശിൽ. 1 ദൈവത്തോടുള്ള ബന്ധം, 2 രക്തത്തോടുള്ള ബന്ധം. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ന്യായശാസ്ത്രം ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം, എന്റെ രക്തത്തോടുള്ള ബന്ധം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കാര്യം ഓർക്കണമേ. നീ ഈ 2 ബന്ധങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥന ഉയർത്താൻ ബാധ്യതയുള്ളവരാകൂ എന്ന് വചനം ഉറപ്പിച്ചു പറയുമ്പോൾ, എനിക്ക് എന്റെ ദൈവത്തോടുള്ള ബന്ധവും എന്റെ രക്തത്തോടുള്ള ബന്ധവും നിർമ്മലമായി പാലിച്ചു എന്നതിന്റെ പ്രാഗൽഭ്യമുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഞാനിന്ന് പകൽ സമയം ചോദിക്കട്ടെ, വ്യക്തി ജീവിതത്തിൽ ഈ ബന്ധങ്ങൾ തകർന്ന് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ വ്യക്തിബന്ധങ്ങൾ തകർന്നതിന് ശേഷം ഒരു ക്രമീകരണവുമില്ലാതെ പ്രാർത്ഥിക്കുവാൻ, ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത നിരവധി ആത്മീയന്മാർ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ തലമുറയിൽ
ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, ഒരു നിഷ്കളങ്കമായ തളിരിത ഹൃദയത്തിന്റെ ഉടമയായി എന്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം, എന്റെ രക്തവും ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ പാലിക്കുന്ന ദൈവപൈതലാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ശക്തമായി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കുടുംബ മേഖല മുതൽ പരിശോധിച്ച് നോക്കൂ. എത്രയോ ബന്ധങ്ങൾ, ഏതൊക്കെ മേഖലകൾ തകർന്നു. ഒരിക്കൽ ഞങ്ങളുടെ ഭാഗത്തൊരു മനുഷ്യൻ വീടിന്റെ പിൻഭാഗത്തുകൂടെ പശുവിനെ തീറ്റി നടക്കുന്ന സമയം ജനലിലൂടെ പാത്രങ്ങളൊക്കെ പറക്കുന്നത് കണ്ടു. അകത്തോട്ട് കയറി ചെന്നപ്പം കൊച്ചമ്മ ഒരു ചൂലുമായി നിൽക്കുന്നു, അച്ഛൻ ഒരു വടിയുമായി നിൽക്കുന്നു, രണ്ട് വേറ്റ് കൊണ്ടുന്ന പരുവത്തിലാണ്. അപ്പോൾ കയറി ചെന്ന് ആഗതൻ പറഞ്ഞു, എന്താ പ്രശ്നമെന്ന് പറ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരാം, എന്താ വിഷയം പറ. ഈ സമയത്ത് കൊച്ചമ്മ പറഞ്ഞു, പശുവിനെ കറന്നു കിട്ടുന്ന പാല് മുഴുവൻ മിൽമായിൽ കൊണ്ട് കൊടുത്ത് പണം വാങ്ങിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. പിള്ളേർക്ക് കൊടുത്തതിന് ശേഷമുള്ളത് മാത്രം മിൽമായിൽ കൊടുത്താൽ മതി എന്നാണ് എന്റെ ബലമായ അഭിപ്രായം. സ്തോത്രം. ഉടനെ അച്ചായൻ പറഞ്ഞു, ഇത് കൊടുത്ത് കൊടുത്ത് പണം വാങ്ങിച്ചില്ലെങ്കിൽ പുളിപ്പൊടിയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള പൈസ എവിടുന്ന് കിട്ടുമെന്നാണ് എന്റെ വ്യക്തമായ ചോദ്യം. ഇതിനിടയ്ക്ക് രണ്ടുപേരുടെ മുഖത്ത് നോക്കി വെച്ച് വന്ന പുള്ളി ചോദിച്ചു, ആട്ടെ എത്ര ലിറ്റർ പാല് കിട്ടും? ഉടനെ രണ്ടും കൂടെ കണ്ണിക്കണ്ണി നോക്കി വെച്ച് പറയുക, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കാത്ത പശുവിന്റെ കറക്കാത്ത പാലിന്റെ പേരിൽ വാങ്ങിക്കുന്ന ആലോചന നടക്കുമ്പോഴേ അടിയായി. സ്തോത്രം, സ്തോത്രം. ആത്മനിർഭം പ്രാപിച്ച ദൈവമക്കൾ ചിരിച്ചു തള്ളരുതേ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങേരുടെ കൂടെ തിരിച്ച് പിന്നെ ബാക്കി വികട സരസ്വതി ഒഴുകുന്ന എത്രയോ ആത്മീയ സഹോദരിമാർ ആത്മീയ ലോകത്തിലുണ്ട്. ഒരിക്കൽ ശക്തമായ ആരാധനയ്ക്കകത്ത് വേദവാക്യങ്ങൾ നല്ല ശബ്ദത്തിൽ വായിച്ചെന്നൊരു സഹോദരിയുടെ ശബ്ദം ഓർക്കുന്നു. യോഗാനന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ വെള്ളമെടുക്കാൻ വന്ന സ്ത്രീകളുടെ ഇടയിൽ കലമ്പൽ ഉയരുന്നത് കേട്ടു. അതിൽ ശുദ്ധമല്ലാത്ത രീതിയിൽ സ്നേഹശൂന്യമായ വാക്കുകൾ പൊട്ടിത്തെറിയോടെ പറയുന്ന ഒരു ശബ്ദം ഉച്ചസ്ഥായിയിൽ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ആ ശബ്ദവും മുമ്പേ വാക്യം വായിച്ച ശബ്ദവും ഒന്നാണെന്ന് തോന്നുന്നല്ലോ. പാസ്റ്റർ പറഞ്ഞു, മിണ്ടണ്ട, അത് തന്നെയായി. സ്തോത്രം. പറഞ്ഞു മനസ്സിലായില്ലേ? കൃപ പ്രാപിച്ച ദൈവമൈതലേ, 1.5 മണിക്കൂറത്തെ സ്റ്റേജ് നാടകത്തിൽ ഉയരുന്ന ഉച്ചസ്ഥായിയിലെ ശരീര ചലനങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു പൊട്ടൻ മുതുക്കനല്ല ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ്. അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളോടെ സഭയെ കാണുന്ന നേരിലുള്ള അഗ്നിയുടെ ഒരു ദൈവപുത്രനാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നെങ്കിൽ, അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മുൻപിൽ എന്റെ കൈകൾ വിശുദ്ധമാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. ഒരാശയം മനസ്സിൽ ഉടലെടുക്കുന്നു, അത് ഭാവവ്യത്യാസങ്ങളോടുകൂടെ പുറത്തു വരുന്നു. ആ ആശയം മറ്റേ വ്യക്തി സ്വീകരിക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നു. ഇതല്ലേ കുടുംബത്തിൽ നടക്കുന്ന ആശയവിനിമയം? സ്തോത്രം. ഒരു ദിവസം ഭർത്താവ് ജോലിയിൽ നിന്ന് താമസിച്ചു വന്നാൽ എന്താ താമസിച്ചത് എന്ന് അറിയാൻ ചോദിക്കുന്ന ചോദ്യം അറിയാം. 3 ദിവസം താമസമാകുമ്പോൾ എന്താ ഈയിടെയൊക്കെ താമസിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥം അറിയാം. നിന്റെ പങ്കാളിക്ക് കണ്ണുകൊണ്ട് കേൾക്കാൻ കഴിയുമെന്ന് ഓർക്കുമ്പോൾ അവിടെ മുതൽ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ഇരുട്ടിന്റെ ശക്തികളുടെ പോരാട്ടമുണ്ടെന്ന് അറിയണം. സ്തോത്രം. ഇതൊക്കെ വളരെ മണിക്കൂറുകൾ പറയേണ്ട കാര്യമാണ്. എന്താ കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഉപദേശി? അതെ, കണ്ണുകൊണ്ട് കേൾക്കാൻ ഒക്കുമെന്ന് ഒരിക്കൽ ഒരു വീടിന്റെ ഉമ്മർത്ത് അച്ചായനും നാട്ടുകാരെ ചിന്തനും കൂടെ നമ്മുടെ നാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊച്ചമ്മ അടുക്കളയിൽ അധ്വാനത്തില. ഈ സമയം വീട്ടിലെ കൊച്ചു മുട്ടയിലെഴഞ്ഞ് അടുക്കളയിലോട്ട് വളരെ വേഗതയിൽ സ്തോത്രം കരഞ്ഞോണ്ട് കയറി ചെല്ലുക. നിലത്തൂടെ എഴഞ്ഞു വരുന്ന കുഞ്ഞിനെ കയ്യിൽ പൊക്കിയെടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് അമ്മച്ചി വേഗതയിൽ തിണ്ണയിലോട്ട് ചെന്നിട്ട് സ്തോത്രം ഈ കൊച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം അപ്പച്ചനോട് ചോദിക്കാൻ ചെന്നതാ. കൊച്ചി ഇങ്ങനെ അമ്മച്ചയുടെ ഒക്കത്തിരുന്ന് പറയുന്നത്, അപ്പച്ച എന്നെ അടിച്ചു, അപ്പച്ച എന്നെ അടിച്ചു, ഇതാ പറയുന്നത്. വേഗത്തിൽ അങ്ങോട്ട് ചെന്ന് നിന്ന് ഒക്കത്ത് കൊച്ചിനെ വെച്ചുകൊണ്ട് ഈ അമ്മച്ചി അച്ചായനോട് ചോദിച്ചു, നിങ്ങൾ ഈ കൊച്ചിനെ അടിച്ചോ? ഉടനെ അച്ചായൻ നിഷ്കളങ്കമായി കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിനെ അപ്പച്ചൻ അടിച്ചോ? ഉടനെ അമ്മച്ചി കൊച്ചിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞ് സത്യമാണോ അപ്പച്ചൻ കുഞ്ഞിനെ അടിച്ചോ? ഇല്ല, അപ്പച്ച എന്നെ നോക്കി. മനസ്സിലായോ? അപ്പച്ച എന്നെ നോക്കി. ഒരു നോട്ടത്തിന്റെ അർത്ഥം എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ സ്നേഹശൂന്യമായ എത്രയോ കർക്കശബ്ദങ്ങൾ അരങ്ങ് തകർക്കുന്ന കുടുംബജീവിതം മുതൽ നിന്റെ ബന്ധങ്ങൾ തകർന്നിരിക്കെ നാഥനോടുള്ള ആത്മബന്ധമില്ലാത്ത നിന്റെ പ്രാർത്ഥന കേവലം കപടനാട
രാത്രി ഉറപ്പിച്ചു പറയുമ്പോൾ എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട്? ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാണ്. ഗ്ലോറി ഹല്ലേലൂയ. ശക്തമായി ഇന്ന് രാത്രി നിങ്ങളുടെ വായിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങൾ ഇത് പകൽക്കാലം പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആരും ഈ ദൈവസന്നിധിയിൽ മൗനമായിട്ടിരിക്കരുത്. ഗ്ലോറി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ ഒരു നിലയ്ക്ക് വേണ്ടിയാണ് ഈ സഭായോഗത്തിൽ ദൈവം എത്തിച്ചത്. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് ഒരു കറതീർന്ന വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എന്ന് ഞാൻ സമർപ്പിക്കുന്ന കർത്താവ് എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. ശ്രദ്ധിക്കണം. ഞാൻ പകൽക്കാലം നിങ്ങൾ പറയട്ടെ, ഇന്ന് രാവിലെ ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തെ വളരെ പിടിച്ചു കുലുക്കിയൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഇതാണ്. സ്തോത്രം. ഒരു കർത്തൃദാസന്റെ കുടുംബത്തോട് നീതി പുലർത്താഞ്ഞത് കൊണ്ട് അവന്റെ തലമുറയുടെ ശാപം ആ കുടുംബത്തിന്മേൽ വന്നു കയറുന്ന, ജാതിയുടെ മേൽ വന്നു കയറുന്ന രംഗം. ഒരാളിന്റെ ഹൃദയം നിന്നെ ഓർത്ത് വേദനിക്കാനിടയായിട്ട് നിന്നെ കേന്ദ്രീകരിച്ച് വേദനാജനകമായ വാക്കുകൾ ഉച്ചരിച്ചു വിട്ടാൽ അതിന്റെ പുറകിൽ നിന്ന് ഫലിക്കുന്ന പരിണിത ഫലം നീ കൊയ്യേണ്ടി വരും എന്ന് തിരുവെഴുത്തുകളുടെ തെളിവ് ഞാൻ പറയാം. അതും ഒരു പിതൃസ്ഥാനത്തുള്ള വ്യക്തിയായാൽ. ഒരിക്കൽ അപ്പൻ അകത്ത് വിവസ്ത്രനായി കിടക്കുന്നു. മകൻ അകത്ത് കയറി നഗ്നത കണ്ടു. പുറത്തു വന്ന് അറിയിച്ചു. അപ്പൻ വസ്തുത അറിഞ്ഞു. അദ്ദേഹത്തിന്റെ അധരം വിതുമ്പി ഇങ്ങനെ പറഞ്ഞു, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനാകും. ശ്രദ്ധിക്കണേ, ആരാ കനാൻ? ഹാമിന്റെ 4ാമത്തെ മകനാ കനാൻ. ഹാമിന്റെ 4ാമത്തെ മകന്റെ മേൽ അപ്പന്റെ ശാപം കയറി ചെല്ലുകയാണ്. നിങ്ങൾ ഓർക്കണം, കനാന്യ സന്തതികൾ കുടികയറിയത് എവിടെയാണെന്ന് അറിയാമോ? അദ്മാ, സെബോയിം, സൊദോം, ഗൊമോറ മേഖലകൾ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് അഗ്നിഗന്ധകങ്ങൾ കത്തിയിറങ്ങി കനാന്റെ അവകാശം ഒരുപിടി ചാമ്പലാകുമ്പോൾ അതിന്റെ പുറകിൽ അപ്പന്റെ കണ്ണുനീരോട് ഓർക്കണം. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമേ, നിന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കർത്തൃദാസനെയോ നിന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെയോ നിന്റെ സ്നേഹശൂന്യമായ ഒരു വാക്ക് നിമിത്തം കരയിക്കാൻ രംഗമുണ്ടായിട്ടുണ്ടെങ്കിൽ സാധാരണ തകർച്ചയല്ല, നിന്റെ പ്രാർത്ഥനയുടെ ബന്ധം ഉടയുകയാണ്. ഞാൻ ഒരിക്കൽ ഓർക്കുന്ന ഒരു സംഭവം. സ്തോത്രം. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുവാനായിട്ട് എത്തിയപ്പോൾ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു, പാസ്റ്ററേ, ഈ പട്ടണത്തിൽ ഭയങ്കര സംഭവം നടന്നിരിക്കുന്നു. സംഭവം മറ്റൊന്നല്ല. സ്തോത്രം. ആ പട്ടണത്തിൽ ഒരു മരണം നടന്നു. കാരണം പശ്ചാത്തലം ഇതാണ്. ഭക്തിയുള്ള മാതാപിതാക്കളുടെ കുടുംബം. ഇതിൽ 6 മക്കൾ. 5ാമത്തവൻ ബോംബെയിലെത്തി അധോലോക സംഘത്തിന്റെ അംഗമായി. അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാതെ ആ നാട്ടിൽ വന്നു. ഒടുവിൽ അപ്പന്റെ പ്രാർത്ഥനയെ സ്തോത്രം ഇവൻ ഇഷ്ടമില്ലാതെ വന്നില്ല. ഇവൻ തീരുമാനിച്ചു അപ്പനെ കൊല്ലാൻ. അപ്പനെ കൊല്ലാൻ തീരുമാനിച്ചത് മാത്രമല്ല, എങ്ങനെ കൊല്ലണമെന്ന് അവൻ തീരുമാനിച്ചത് അറിയാമോ? മഴുവിന്റെ കൈ ഊരിയെടുത്ത് കയറി ചെല്ലുന്ന വീടിന്റെ സൈഡിലുള്ള കൽക്കൂട്ടത്തിന് മുകളിൽ കയറി നിന്ന് സന്ധ്യയ്ക്ക് സാധനം വാങ്ങിച്ചു കൊണ്ടുവരുന്ന അപ്പന്റെ തലയിൽ അടിച്ചു കൊല്ലാൻ. ഒടുവിൽ സന്ധ്യയ്ക്ക് അവൻ മഴുക്കൈ ഊരിയെടുത്ത് വീടിന്റെ മുകളിലേക്ക് ഭാഗത്തേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പാണ്. കുത്തുകല്ല് കത്തിയ ഭാഗമാണ്. കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനിപ്പുറത്തായി വന്ന് ശാന്തമായി നിൽക്കുകയാണ്. 2 കൈയിലും പലചരക്കുമായി കടയിൽ നിന്ന് വരുന്ന അപ്പൻ സന്ധ്യ മയങ്ങി കയറി വരുന്ന സമയം കയ്യിലിരിക്കുന്ന മഴുക്കൈ ഉയർത്തി അപ്പന്റെ തലയ്ക്ക് നേരെ തല്ലുകയും എങ്ങനെയോ മുകളിലത്തെ ആത്തക്കമ്പിൽ കമ്പുടക്കി തലയ്ക്ക് നേക്കേണ്ട തല്ല് കൈക്ക് വീണുപോയി. അപ്പന്റെ കൈക്ക് അടിവീഴുകയും 2 കൈയിൽ നിന്നും സാധനം വലിച്ചെറിഞ്ഞിട്ട് ആ പിതാവ് തിരിച്ചോടി. അന്ന് വൈകിട്ട് ആ പിതാവ് വീട്ടിൽ കിടന്നില്ല. നിങ്ങൾ ഓർക്കണം, അന്ന് രാത്രി ആ പിതാവ് കണ്ണുനീരോടെ ദിവസം കരഞ്ഞു. അടുത്ത ദിവസം നാട്ടുകാർ വിവരം പറഞ്ഞു. കുടുംബാംഗങ്ങൾ ഇവരെ യോജിപ്പിച്ചു. പ്രശ്നം തീർന്നു. അന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു. ഞങ്ങളവിടെ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഇളയ മകന്റെ സ്കൂട്ടറിന്റെ പുറകിൽ 5ാമത്തെ മകൻ ഇരുന്ന് പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. അപ്പനെ കൊല്ലാൻ വടിയെടുത്തു നിന്ന് ആ കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് സ്കൂട്ടർ വരുന്ന സമയം എതിർവശത്തും കൂടെ പാഞ്ഞു വരുന്ന ഒരു ലോറി സ്കൂട്ടർ ഒന്ന് സൈഡ് കൊടുത്തു. അപ്പോഴേക്കും ലോറിയുടെ പിൻഭാഗം കൂട്ടിയിട്ടിരുന്ന കരിങ്കല്ല് അട്ടിയുടെ അടിയിൽ തട്ടി. അപ്പോഴേക്കും മുകളിൽ നിന്ന് അട്ടി ഇളകി സ്കൂട്ടർ സ്ലിപ്പ് ചെയ്തു. കയ്യിൽ നിന്ന് സ്കൂട്ടർ പോയപ്പോൾ ഓടിച്ചുകൊണ്ടിരുന്ന സഹോദരൻ വഴിയുടെ ഒരു വശത്തേക്ക് തെറിച്ചു വീണു. പുറകിലിരുന്ന
നിൽക്കുന്ന അപ്പനെതിരെ കരമുയർത്തിയ വ്യക്തി അവൻ ഒരിക്കൽ കരമുയർത്തിയ സ്ഥലത്ത് തന്നെ താഴേക്ക് വീണു. വീഴുന്നതിനിടയിൽ കരിങ്കൽ അട്ടികൾ താഴേക്കിളകി അവന്റെ തലത്തിൽ തന്നെ കരിങ്കൽ തുണ്ടുകൾ പതിച്ചു. അവന്റെ തല തകർന്ന് വായിലൂടെയും മൂക്കിലൂടെയും ചോര ഒഴുകി പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരങ്ങി അടുക്കുമെന്ന സഹോദരൻ കല്ല് മാറ്റിയിട്ട് അവനെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് സ്തോത്രം അലറി കരയുകയാണ്. അപ്പോഴൊരു ഓട്ടോ വന്നു. ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അതിലേക്ക് ഈ സഹോദരനെ ചോരയിൽ കുളിച്ച് തല തകർന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ സീറ്റിൽ കയറ്റിയിരുത്തി. പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറിയിരുന്ന ആൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇദ്ദേഹത്തെ അകത്തോട്ട് കയറ്റിയിരുത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തിരിച്ചു വണ്ടിയിൽ കയറി. പക്ഷെ ഒരു കാര്യം, ഓട്ടോ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോഴേക്കും ചോര ഒഴുകാൻ തുടങ്ങി. അടുത്തൊരു അംബാസഡർ കാർ വിളിച്ചുകൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനിടയിൽ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം പറയാം. അപ്പനെതിരെ എവിടെ വെച്ച് കരമുയർത്തിയോ അവിടം ഇവന്റെ കുലക്കളമായി മാറി. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ മറക്കരുത്, വേറൊരാളിന്റെ കണ്ണുനീരിന് നിന്റെ പ്രവൃത്തി മുഖാന്തരമായതിനു ശേഷം അത് മറന്നിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സ്തോത്രം കൊണ്ട് അത് മറക്കില്ല. ദൈവത്തിന്റെ നീതിയുള്ള കരം അതിന്റെ പുറകിൽ ചലിക്കും. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ആഴമായി ചിന്തിക്കുക. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി എന്നിൽ എന്തെങ്കിലും ഉയരാറുണ്ടോ? ഞാനിന്ന് പകൽക്കാലം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ഇന്നത്തെ വിദേശ സഭകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കാനുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ വന്ന് ബിയും സിയും ഡിയും ഇയും എഫും ഒക്കെ കൂടി ഒരു കൂട്ടായ്മ വിദേശത്ത് ആരംഭിക്കും. കാരണം തനി മലയാള ഗ്രൂപ്പിന് മധ്യത്തിലല്ലല്ലോ. ഒടുവിൽ ആരാധന പൊടിപൊടിച്ച് അനുഗ്രഹകരമായി നടക്കുന്ന സമയം എയുടെ ത്യാഗവും അധ്വാനവും മനസ്സിലാക്കാതെ കൂടെ നിൽക്കുന്ന ബിക്കും അധികാരഭ്രമം കയറിയിട്ട് ഒടുവിൽ ബി സിയെയും ഡിയെയും എഫിനെയും കൂടെ കൂട്ടി മറ്റൊരിടത്ത് പോയി കൂട്ടായ്മ തുടങ്ങും. എയുടെ സഭയും പട്ടണത്തിൽ വളരും, ബിയുടെ സഭയും പട്ടണത്തിൽ വളരും. തമ്മിൽ കണ്ടാൽ കൈ കൊടുക്കാറില്ല. എയുടെ സഭയിലെ യോഗത്തിന്റെ നോട്ടീസ് ബിയുടെ സഭയെ വായിക്കാറില്ല. ബിയുടെ സഭക്കാർ യോഗത്തിന് പോയാലും എയുടെ സഭക്കാർ സമ്മതിക്കാറില്ല. ബിയുടെ കുറ്റം എയും എയുടെ കുറ്റം ബിയും പറയാറുണ്ട്. പക്ഷെ എല്ലാവരും ഒരിടത്ത് പോകാനിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമൈതലേ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഈ ലോകത്തിന്റെ യാതൊരു മാലിന്യങ്ങളും എന്റെ മേൽ കറയായി കയറി പിടിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ശബ്ദമൊന്ന് ഉയരട്ടെ ദൈവസന്നിധി. പുസ്തകമല്ലോ ഒന്ന് അടച്ചു വെച്ചാട്ടെ, അല്പ മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. നിനക്കെതിരെ ഉയർന്നു വരുന്ന കഴുകുമരത്തെ മണിക്കൂറുകൾ കൊണ്ട് രാജരഥമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ശബ്ദമുയരട്ടെ. നിനക്കെതിരെ ഉയർന്നു വരുന്ന കഴുകുമരത്തെ രാജരഥമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്നാൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നിനക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്നറിയാൻ ദൈവാത്മാവ് ചോദിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. കേവലം ഒരു ചെറിയ ദൂതായിട്ടല്ല, ആഴമായ ദൈവാത്മാവിന്റെ ഇടപെടലും പ്രബോധനവുമായി ഉയരുവാൻ അക്കാര്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ശബ്ദം ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നിന്ന് ഫലിക്കുന്ന ഒരു ഭവിഷ്യത്തുകളും എന്റെ മേൽ ഉയരാതെ വണ്ണം എനിക്ക് കറ തീർന്ന ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ എന്നെ തൃക്കരങ്ങളിൽ കൈമാറുന്നു നാഥ എന്ന് പറയാൻ കൊതിക്കുന്ന ദൈവത്തിന്റെ ജന ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജയം. പരിശുദ്ധാത്മാവിന്റെ പകൽ സമയങ്ങളുടെ ബലത്തോടെ വ്യാപരിക്കുന്നു. നിങ്ങളുടെ ഉള്ളറകളിലെ ചില തീരുമാനങ്ങളുടെ മേൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സമയത്തെ ആരാധനയ്ക്കകത്ത് ചില വ്യക്തികളെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബങ്ങൾക്ക് നേരെ, വ്യക്തികൾക്ക് നേരെ ന്യായവിധിയുടെ വാൾ ഉയരേണ്ട സമയം അടുക്കുമ്പോൾ അനുതാപത്തിന്റെ മുൻപിൽ സ്വർഗം അതിനെ ഇടിച്ചു മാറ്റുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഇതിന്റെ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലുള്ള പിതാവ് നിങ്ങളെ ഓർത്ത് നിലവിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളി സ്നേഹശൂന്യമായ അറം പറ്റുന്ന വാക്കുകൾ നിമിത്തം നിങ്ങൾ തമ്മിൽ ഭിന്നിക്കേണ്ടി വന്നിട്ടുണ്ടോ? ക്രമീകരിക്കപ്പെടാതെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സമയങ്ങളുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ക്രമീകരണങ്ങൾ ദൈവത്തോടും വ്യക്തികളോടും ഇല്ലെങ്കിൽ അപകടം പുറകിലുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി കിട്ടില്ല. ഒട്ടത്തലയാ കയറിവാ എന്ന് ഒരു അഭിഷിക്തനെ കുറിച്ച് കുട്ടികൾ പറഞ്ഞു. കാട്ടിൽ നിന്ന് പെൺ കരടികൾ ഇറങ്ങി
വന്ന് ആ കുട്ടികളെ കടിച്ചു കീറുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നില്ലേ? ഞാനിത് പകൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ഭർത്താവിനെ ചൂണ്ടി, ഭാര്യയെ ചൂണ്ടി കനത്ത ശാപത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ക്രമീകരണം പ്രാപിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കർത്തൃദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ എരിഹോ പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇവരതിന് അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകനും പടിവാതിൽ തൊടുക്കുമ്പോൾ ഇളയവനും നഷ്ടമാകും. രണ്ടു മരണങ്ങൾ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് പറഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബേഥേലിയനായ എരിഹോ പണിതു. അവരതിന് അടിസ്ഥാനമിട്ടപ്പോൾ മൂത്ത മകനും പടിവാതിൽ തൊടുത്തപ്പോൾ ഇളയവനും നഷ്ടമായി. രണ്ടു മരണങ്ങൾ ഒരു വീട്ടിൽ ഉയരുമ്പോൾ അതിന്റെ പുറകിലുള്ള കാരണം ഒരു അഭിഷിക്തന്റെ വായിലെ കനത്ത വാക്കുകളാണ്. കരങ്ങൾ ഉയർത്തിയത് പ്രാർത്ഥിച്ചാണ്, കർത്താവേ, നിങ്ങൾ ആരാധിക്കുന്ന സഭ, നിങ്ങളുടെ കർത്തൃദാസൻ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഈ ബന്ധങ്ങളിൽ മറ്റൊരാളിന്റെ കണ്ണുനീരിന് നിന്റെ ചെയ്തി മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ കുഞ്ഞേ, അപകടം 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 അപകടം. അന്ധകാര ശക്തികൾ നോട്ടം വയ്ക്കും നിന്നെ. നീ വിതച്ചത് നിന്റെ തലമുറകൾ കൊയ്യും. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക. എന്നെ ഓർത്തൊരാൾ വേദനിക്കാൻ ഇടയാകാത്ത വിധത്തിൽ എന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സംസാരിച്ചാൽ ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ, കർത്താവെ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്നു പോകാതെ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വ്യക്തിപരമായി ഇന്ന് കേട്ടത് ഒന്നിനു മുൻപിൽ ഞാൻ എന്നെ ആഴത്തിൽ സമർപ്പിക്കുന്നു. ശബ്ദമുയർത്തിയ ആരാധനയല്ല, ശബ്ദമുയർത്തിയ അനുതാപത്തിന്റെ കണ്ണുനീർ കണങ്ങൾ. കർത്താവേ, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ ബന്ധങ്ങളിൽ പലപ്പോഴും സ്നേഹശൂന്യതകൾ കൊണ്ട്, ക്ഷിപ്രകോപത്തിന്റെ പൊട്ടിത്തെറികൾ കൊണ്ട് എന്റെ ജീവിത പങ്കാളിയോട്, എന്റെ തലമുറകളോട് ശാപത്തിന്റെ വാക്കുകൾ പലപ്പോഴും അറം പറ്റുമ്പോലെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് പകൽ നീ എന്നോട് പൊറുക്കണമേ. വാ തുറന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? വാ തുറന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ശബ്ദമുയരട്ടെ. ഇന്ന് പകൽ എന്നോട് പൊറുക്കണമേ. കുഞ്ഞേ, ഈ ആരാധനയിൽ നിന്നോട് ഇടപെടുന്നത് മനുഷ്യനല്ല, മഹാദൈവമാണ്. ഓ, തേജസ്സിന്റെ കരമാണ് ഇന്ന് പകൽ നിന്റെ പുറകിൽ നിൽക്കുന്നത്. നിറഞ്ഞ കണ്ണുകളോട് പറയും, കർത്താവേ, നീ എനിക്കെന്ന ജീവിത പങ്കാളിയോട് പറഞ്ഞു വിട്ട വാക്കുകൾ, ക്ഷിപ്രകോപത്താൽ എന്റെ പാസ്റ്ററോട് പറഞ്ഞു പോയ വാക്കുകൾ, നാഥാ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഞാൻ കാണുന്നു ആയിരക്കണക്കിന് മീനോടുന്ന ഗലീല കടലിൽ ചതുർദ്രഹ്മപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട കണ്ണുകൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. പട്ടണം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പാപിനിയായ സ്ത്രീയുടെ ജീവിത രഹസ്യം വായിച്ച കണ്ണുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ പണിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് പലരോടും ഇടപെടുന്ന സമയം ഞാൻ കാണുന്ന പല കണ്ണുകളും ഇവിടെ നിറഞ്ഞൊഴുകുകയാണ്. പല ഹൃദയങ്ങളും ഇവിടെ തകർന്നുകൊണ്ടിരിക്കുക. അതെ, ദൈവാത്മാവ് ഇടപെടുന്നതിന്റെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്നലെ വരെ നടന്നതൊരു പഴയ അധ്യായം ഈ ആരാധനയിൽ തുറക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ അധ്യായം. എന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാകട്ടെ, എന്റെ ജീവിത പങ്കാളിയാകട്ടെ, എന്റെ സ്നേഹശൂന്യമായ വാക്കുകൾ കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുക്കാൻ
ഇനിയും ഇടയാകാത്ത വിധത്തിൽ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയുന്ന ഭാവങ്ങൾ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് പ്രതിസന്ധികളെ സംയമനത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള ഉൾക്കരുത്ത് ഈ ആരാധനയിൽ നിങ്ങളുടെ മേൽ പകരുക മാത്രമല്ല, ജീവിതത്തിൽ ദൈവാത്മാവ് ഒരു പുതിയ അധ്യായം നിങ്ങൾക്കായി തുറക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭയുടെ വളർച്ചയ്ക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കുന്ന കണികളുടെ മേൽ നിയമരക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. കർത്തൃ സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന കൃപാവരങ്ങൾ ചൊലിച്ചു കത്തുന്ന ഗ്ലാസ്കോ അറിയപ്പെടുന്ന അതിശക്തമായ കൂടിവരവായി ഈ സഭ ഒരുമിച്ച് മുന്നേറേണ്ടതിന് പ്രാർത്ഥനയുടെ പോരാട്ടത്തിന് വേണ്ടി ഒരു തീയുടെ അഭിഷേകം ഇന്ന് പകൽക്കാലത്തിന്റെ ജനത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ. പകൽക്കാലം ഈ ദൂതന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ദൈവമക്കളെ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സഹോദരി നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒരു പുതിയ പ്രാർത്ഥനാ ശൈലി നിങ്ങൾ വാ തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. മോശയുടെ ശരീരത്തെ കുറിച്ച് വാദിച്ച് തർക്കിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കാതിരുന്നവൻ നിനക്കെതിരെയും തർക്കമുഖങ്ങൾ ദൈവസന്നിധിക്കും. നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകൾ സാത്താൻ ദൈവസന്നിധിയിൽ പ്രദർശിപ്പിക്കും. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ സ്വർഗം തടയത്തക്ക വിധം നിന്റെ ബലഹീനതകൾ ആയുധമാകും. കർത്താവിനോട് വാ തുറന്ന് പറ, ഒരു കറ തീർന്ന വിശുദ്ധ ജീവിതം. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഉയർത്തിയ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. ഇമ്പങ്ങളുടെ തീരത്ത് മുഖത്ത് ഒരു നാൾ പ്രതിഫല വിഭജന ദിനം നിൽക്കേണ്ടി വരുമ്പോൾ കറയില്ലാതെ നിൽക്കത്തക്ക വിധം ഒരു വിശുദ്ധ സഭയാകേണ്ടതിന് ഈ ഉയർത്തിയ കരങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കരങ്ങളെ ത്രിയേക ദൈവത്താൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം.